ചൊല്ലി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമാതാവിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥത വഴി ഞങ്ങളിൽ വന്ന് നിറയണമേ, ഞങ്ങളിൽ വസിക്കണമേ, ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിന്റെ അരുവിയായി ഞങ്ങളിലേക്ക് ഒഴുകി ഇറങ്ങിയ തിരുരക്തമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വർഗ്ഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈ രാത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. കരങ്ങളടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. ശക്തമായിട്ട് കരങ്ങളടിച്ച്. ഹല്ലേലൂയ. നമ്മൾ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ ഒരു വചനം അനുസരിക്കുകയാണ്. 47-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാമത്തെ വാക്യം. ജനതകളെ കരഘോഷം മുഴക്കി ദൈവത്തെ സ്തുതിക്കണം. അതാണ് 47-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം തിരുവചനം. അതുകൊണ്ട് കരങ്ങളടിക്കുമ്പോൾ അതിങ്ങനെ വെറുതെ നമ്മളുടെ സമ്മേളനത്തിന് പോയി കഴിക്കുന്ന പോലല്ല, ഇതൊരു ദൈവാരാധനയാണ്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ ആരാധിച്ച്. ഹല്ലേലൂയ. അപ്പോൾ ദൈവമക്കൾ ദൈവത്തെ ആരാധിക്കുന്നതിൻ്റെ സന്തോഷം പ്രകടിപ്പിക്കണം. ഇപ്പം നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം, ഇന്ത്യ പോലൊരു രാജ്യത്ത് നിലനിന്നിരുന്ന ഒരു ആത്മീയതയുടെ പ്രത്യേകത അത് കുറെ കൂടെ മൗനം, മനനം, ധ്യാനം, അങ്ങനെ ഒരു സ്പിരിച്വാലിറ്റിയാണ് ഇന്ത്യ പോലൊരു രാജ്യത്ത് വളർന്നു വന്ന ആത്മീയത. എന്നാൽ ബൈബിളിൻ്റെ ആത്മീയത അത് മാത്രമല്ല. മൗനമുണ്ട്, ശാന്തമാവുക, ഞാൻ ദൈവമാണെന്ന് ഉണ്ടത് അല്ലേ. കർത്താവിന് വേണ്ടി കാത്തിരിക്കുക, ശാന്തമായിട്ടിരിക്കുക, നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതു ഭാഗത്തിരിക്കുക, ഇതെല്ലാം ഉണ്ട്. മറുവശത്ത് ദൈവം നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന, ദൈവം പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും ദൈവമക്കളായ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആത്മീയത എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആരാധനയുടെ പ്രകടനങ്ങൾ കാണിച്ചാണ് ആരാധിക്കുന്നത്. മൗനവും ശാന്തതയും മാത്രമല്ല, എക്സ്പ്രഷൻസ് ഉണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ദൈവാരാധനയ്ക്ക് എക്സ്പ്രഷൻസ് ഉണ്ട്, നമ്മളത് പ്രകടിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ യുവജനോത്സവത്തിന് ജഡ്ജിമാർ മാർക്കടായിരിക്കുന്നവരിക്കരുത്. പറഞ്ഞേ ഹല്ലേലൂയ. യൂത്ത് ഫെസ്റ്റിവലിന് മാർക്കടായിരിക്കുന്ന കണ്ടിട്ടില്ല ഇങ്ങനെ. കാരണം മാർക്കടായിരിക്കുന്നവർ ഏറ്റവും മൈന്യൂട്ടായ ഫോൾട്ട് വരെയും കണ്ടുപിടിക്കാൻ ഇരിക്കുന്നവരാണ്. എന്നിട്ട് വേണം അവർ മാർക്കിടുന്നത്. കൺവെൻഷൻ ഇരിക്കുന്നവർ അങ്ങനെ ഇരിക്കുന്നവരല്ല, മറിച്ച് കർത്താവ് തരുന്ന ആനന്ദം പ്രകടിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. ദൈവസഭയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതിൻ്റെ ആനന്ദം നമ്മൾ പ്രകടമാക്കണം. അപ്പോൾ അത് ചിലപ്പോൾ കരങ്ങളടിച്ച്, ചിലപ്പോൾ ദൈവം കർത്താവ് നമ്മളെ സ്പർശിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വെറുതെ ഇങ്ങനെ നോക്കി നിൽക്കരുത്. അപ്പോൾ കരങ്ങളടിക്കാൻ തോന്നിയാൽ കരങ്ങളടിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് രാവിലെ മുതൽ വൈകിട്ട് വരെ ചുമ്മാ കൈയടിച്ചുകൊണ്ടിരിക്കുകയൊന്നും വേണ്ട. ഞാൻ പറയുന്നത് അത് നമുക്കൊരു ആത്മാവിൽ ദൈവത്തിൻ്റെ ഒരു കൃപ വെളിപ്പെടുമ്പോൾ അത് പ്രകടിപ്പിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് 4 ദിവസവും ദൈവം നല്ല കാലാവസ്ഥ തന്നു. അപ്പോൾ അതൊക്കെ ദൈവത്തെ സന്തോഷത്തോടെ കർത്താവേ മഹത്വം അത് പ്രകടിപ്പിക്കണം. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച്, മനസ്സിലായില്ലേ? പ്രകടിപ്പിക്കണം അത്. പറഞ്ഞേ ഹല്ലേലൂയ.
അപ്പോൾ അത് നമ്മൾ ദൈവത്തിൻ്റെ മക്കൾ, ദൈവം തരുന്ന സന്തോഷം. അപ്പോൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ എല്ലാം പരിസരം മറന്ന് ദൈവത്തെ ആരാധിക്കണം. ഈ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ നിങ്ങൾ ദൈവത്തെ നമുക്ക് ഒരു സ്വാതന്ത്ര്യത്തോടെ ആരാധിക്കാൻ പറ്റിയാൽ എന്താ സംഭവിക്കുന്നറിയാമോ? നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. ആത്മാവിൻ്റെ ലോകം പെട്ടെന്ന് തുറക്കപ്പെടും. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് നിങ്ങളോട് പറഞ്ഞു, ഏറ്റവും LKG ക്ലാസ്സുകാരോട് പറയുന്ന പോലെ പറഞ്ഞാൽ, അതായത് നിങ്ങൾ പാട്ട് പാടുന്ന സമയത്ത്, ഇപ്പം എന്നെ ശ്രദ്ധിച്ചു, എന്നെ തന്നെ നോക്കിയിരുന്നു. ഒരു പാട്ട് പാടുമെന്ന് വെച്ചോ. ഇപ്പോൾ ഒരു പാട്ട് പാടുന്ന സമയത്ത് നിങ്ങളിങ്ങനെ കണ്ണടച്ചിട്ട് യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ള. അപ്പം ഇതിനിടയ്ക്ക് യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത് പെരുവെള്ളത്തിൻ ഇങ്ങനൊക്കെ പറഞ്ഞാലൊന്നും ആത്മാവിലാവത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? അതായത് ആത്മാവിൻ്റെ ഒരു ലോകം തുറക്കപ്പെടണമെങ്കിൽ അത് യു ഹാവ് ടു ബി സിൻസിയർലി ഫോക്കസിങ് ഓൺ വാട്ട് യു ഡു. എന്താണോ നിങ്ങൾ അത് യേശു നല്ലവൻ എന്ന് പറയുമ്പോൾ, ആ നല്ലവൻ നീ വായി മാത്രമല്ല നല്ലവൻ, ഈ തലയ്ക്കകത്ത് ഹൃദയത്തിലും എല്ലാം ആ യേശു നല്ലവൻ എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങളുടെ മുഖം മാറി. നല്ലവൻ, ഒത്തിരി കാര്യങ്ങൾ തികട്ടി വരും. അന്നേരം ഈ നല്ലവൻ നമ്മളോട് കാണിച്ച നന്മകളുടെ ആധിക്യം ഇങ്ങനെ തികട്ടി വരും. അപ്പോൾ അതൊരു അനുഭവമാവും. അവൻ വല്ലഭൻ, അവൻ ദയയോ, അവൻ ദയയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കരയും. അതേസമയം നിങ്ങൾ യേശു നല്ലവൻ, അവൻ പെമ്പറന്നോത്ത് ഇപ്പോഴാണ് വരുന്നത്, അവൻ വല്ലഭൻ, അവൻ ദയയോ, അയ്യോ വലിഞ്ഞു കയറി വരുന്ന കണ്ടില്ല, ബൈബിളും ഇല്ല, അവൻ വല്ലഭൻ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. മജോറിറ്റി, ഒരു മഹാഭൂരിപക്ഷവും ഇങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്, അല്ലേ? നാദാ നിന്നോടെ ദാനങ്ങൾ, പച്ച സാരിയാണ് എന്നോടത്ത്, എല്ലാം പകരമതായി. എന്തോ ഒരു വൃത്തികെട്ട നാറ്റമാണ് ഈ കുന്തിരിക്കത്തിൽ നിന്ന് വരുന്നത്. എന്തെങ്ങേ ഞാൻ പറയാൻ മനസ്സിലായില്ല. അതായത് ഇതൊന്നും എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ, വളരെ ചുരുക്കം പേരേ ഉള്ളൂ ഇതൊക്കെ ആത്മാവിലേക്ക് എടുക്കുന്നവർ. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഇവരുടെ ഹൃദയം എന്നിൽ നിന്ന് ഭയങ്കര ദൂരത്താണ്. ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, നമ്മൾ ദൈവസഭയിലേക്ക് വരുമ്പോൾ, ഓരോ ഇടവകയിലേക്കും വരുമ്പോൾ, ആരാധനയ്ക്കും പരിശുദ്ധ കുർബാനയ്ക്കും വരുമ്പോഴെല്ലാം നമ്മളെ ഈ ജഡത്തെ മറക്കണം. ജഡത്തെ മറന്ന് നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിച്ച് കർത്താവിനെ ആരാധിക്കുമ്പോൾ എന്താ സംഭവം എന്നറിയാമോ? ശ്രദ്ധിക്കത്, ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെടും. ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെടും. ഇപ്പം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ, എനിക്ക് ഈ തിരക്കിട്ട് ഓട്ടത്തിനിടയിൽ ഒരുപാട് മണിക്കൂറുകളൊന്നും ഇരുന്ന് പ്രാർത്ഥിക്കാൻ സമയം കിട്ടില്ല. എന്നാലും ഞാൻ ഇരിക്കും, കുറച്ചൊക്കെ ഇരിക്കും. ഒത്തിരി എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു 5 മണിക്കൂറൊക്കെ ഇങ്ങനെ അനങ്ങാതെ ഈശോയോട് തിരുന്ന് പറ്റത്തില്ല, ഈ തിരക്കിനിടയിൽ പറ്റില്ല. അപ്പോൾ കുറച്ച് സമയമൊക്കെ ഇരിക്കും. ബാക്കി എന്താണ്, ഇനി അല്ലാത്ത സമയത്ത് എന്തെന്നറിയാം, ഞാനിപ്പോൾ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ തന്നെ ഉള്ളൂ. ഇപ്പം ഞാൻ തന്നെയാണ് വണ്ടി ഓടിച്ച് വരുന്നതെങ്കിൽ എന്തെന്നറിയാമോ, ആ വണ്ടിക്കകത്ത് മുഴുവൻ ആരാധനയായിരിക്കും. എന്ന് പറഞ്ഞാൽ നമ്മളാരെ ശ്രദ്ധിക്കാനാണ്. ഇപ്പം എൻ്റെ മുറിയിൽ ഞാൻ തന്നെ ഉള്ളൂ. അപ്പോൾ അവിടെ എനിക്ക് എന്ത് ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ ദൈവത്തെ, രാവിലെ എഴുന്നേറ്റാൽ എനിക്ക് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. കർത്താവേ മഹത്വം, ഹല്ലേലൂയ, ഞാനിങ്ങനെ പല കൂത്തും കാണിക്കും. മനസ്സിലായോ? ഞാൻ ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് അന്നേരം എന്തൊക്കെ തോന്നുന്നു അതെല്ലാം ഞാൻ ചെയ്യും. തലകുത്തി നിൽക്കാൻ തോന്നി തലകുത്തി നിൽക്കും. എന്നിട്ട് കർത്താവ് ഹല്ലേലൂയ പറഞ്ഞ് അലറാൻ തോന്നിയാൽ ഞാൻ അവിടെ നിന്ന് അലറും. എന്താ സംഭവം എന്നറിയാമോ? ഒരു 10 മണിക്കൂർ നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാളും ആത്മാവിൻ്റെ ഒരു ലോകം തുറക്കപ്പെടും. നമുക്ക് ഈ ആത്മാവിൽ ദൈവം തരുന്ന പ്രേരണയ്ക്കനുസരിച്ച് സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിച്ചാൽ, പറഞ്ഞേ ഹല്ലേലൂയ, സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ ആരാധിക്കണം. അപ്പോൾ ശക്തമായ എനിക്ക് പരിചയമുള്ള എനിക്ക് നല്ല ബന്ധമുള്ള ഒരു സുവിശേഷകൻ, അദ്ദേഹം രാവിലെ 3 മണിക്ക് 3:30 എഴുന്നേറ്റിട്ട് അദ്ദേഹം ചെയ്യുന്നു. ഒന്നിലധികം പേരുണ്ട്, ഒരാളെക്കുറിച്ച് ഞാൻ ഇപ്പോൾ പറയാം. അദ്ദേഹം രാവിലെ ചെയ്യുന്നു, അദ്ദേഹം ഈ ഇത്തിരി പ്രായമുള്ള മനുഷ്യനാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഈ ബാത്ത് ടബിൽ കിടന്നാണ് കുളിക്കുന്നത്. ബാത്ത് ടബിൽ, നല്ല പ്രായമുള്ള ഒരാളാണ്, ബാത്ത് ടബിൽ കിടന്നൊക്കെയാണ് കുളിക്കുന്നത്. അപ്പോൾ ബാത്ത് ടബിൽ കിടന്നിട്ട് അതിനകത്ത് കിടന്ന് ഭയങ്കര ആരാധനയാണ്.
ഇപ്പം നമുക്ക് ബാത്റൂമിൽ നിന്ന് ഭയങ്കര ബഹളം വരുന്നത് കേൾക്കാം. ബാത്റൂമിൽ പാട്ടൊക്കെ നമ്മൾ പാടാം, ഇങ്ങനെ ചില ആളുകളൊക്കെ പാട്ടൊക്കെ പാടാറുണ്ട്. അവർ കുളിക്കാമെന്ന് അറിയണമെങ്കിൽ പാട്ട് ശ്രദ്ധിച്ചാൽ മതി. അപ്പം അതല്ല ഇത് ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ ഭയങ്കര മണിക്കൂറുകൾ ആരാധനയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. എന്നറിയോ, നമുക്ക് ആ ഒരു സ്വാതന്ത്ര്യം ദൈവമക്കൾക്ക് വന്നാൽ നിങ്ങൾ പെട്ടെന്ന് അഭിഷേകത്തിലാവും. ഞാൻ ചില പാവപ്പെട്ട മനുഷ്യരെ കണ്ടിട്ടുണ്ട്. നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. ഔപചാരിക വിദ്യാഭ്യാസം വളരെ കുറവാണ്. ചിലപ്പോൾ പേരെഴുതി ഒപ്പിടാനുള്ള പരിചയം ഉണ്ടാവും. എനിക്കറിയാം ചില ആളുകൾ ഉണ്ട്. എൻ്റെ കൂടെ ഒരു സഹോദരനുണ്ട്. അവന് ബൈബിൾ മാത്രമേ വായിക്കാൻ അറിയൂ, വേറെ ഒന്നും കൊടുത്താൽ വായിക്കത്തില്ല. ബൈബിൾ വായിക്കും. അത് വായിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു അധ്യായമൊക്കെ വായിക്കാൻ 1 മണിക്കൂറൊക്കെ എടുക്കും. അത്ര അറിവേ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വരും. എന്തെന്നറിയാമോ, ഇതുങ്ങളുടെ ആത്മാവിൻ്റെ ഒരു ലോകം തുറക്കപ്പെട്ട ആളുകളാണ്. അവർക്ക് ലജ്ജയെന്നാണോ ഒന്നുമില്ല. അതുകൊണ്ട് അവർ ഇവിടെ ഏത് തെരുവീഥിയിൽ നിന്നും അവർ ദൈവത്തെ സ്തുതിക്കും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമുക്ക് സംഭവിക്കും, നമ്മൾ ഒത്തിരി റിജിഡായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് മല്ലടിച്ച് ഭയങ്കര, അതായത് ഈ സഭ ഇതിൻ്റെ ആരംഭത്തിൽ ഒരു സ്റ്റാൻഡേർഡ് സഭയായിരുന്നില്ല. പിന്നാണ് കാലാന്തരത്തിൽ നമ്മളിതിനെ വളരെ ചിട്ടപ്പെടുത്തി ഒരു സഭയാക്കി മാറ്റിയത്. ഇതിൻ്റെ തുടക്കത്തിൽ സെഗിയോൻ മാളിക പിളർന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ നാട്ടുകാർ പറഞ്ഞ ദൈവമാർ കള്ളു കുടിച്ചിട്ടുണ്ടോന്നാണ്. അത് മനസ്സിലായോ? ഒരു അന്തസ്സില്ലാത്ത കൂട്ടമായിട്ടാണ് ഈ സഭയുടെ ഉദ്ഘാടന ദിവസം ഈ സഭയെ നാട്ടുകാർ കണ്ടത്. കാരണം അവർ ആത്മാവ് നൽകിയ ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഈ ഔട്ട് ഫ്ലോ ഓഫ് ദ സ്പിരിറ്റ് സ്പോണ്ടേനിയസ്ലി ഹാപ്പനിങ്. അതിങ്ങനെ, അതായത് ഒരു സഭയുടെ ഊർജം, പവർ എന്ന് പറയുന്നത് ഈ ആത്മാവിലായ മനുഷ്യരുടെ എണ്ണമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? അതായത് പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ നിൽക്കുമ്പോൾ ഈ ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെട്ടൊരു 10 എണ്ണം ഉണ്ടെങ്കിൽ ആ ഇടവകയിൽ ഹോളി സ്പിരിറ്റിൻ്റെ പ്രസൻസ്, വൈബ് ഭയങ്കരമായിട്ട് മൂവ് ചെയ്യും. അതേസമയം ചതഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് നോക്കി, പഞ്ചായത്തിൽ നോക്കി, ഇറച്ചി വീട്ടുകാരനെ ഓർത്ത്, കോഴിക്കോട് അടയ്ക്കാത്ത ആലോചിച്ച് ഇത് ഇങ്ങനെ അത് മനസ്സിലായോ? അതൊരു ഡ്രൈ വർഷിപ്പാണ്. അവിടെ ഇങ്ങനെ കുറേ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്, മൈക്കിൽ കൂടെ ആരൊക്കെയോ പാടുന്നുണ്ട്, കുറേ പേര് അത് ചെയ്യുന്നത് ഇത് ചെയ്യുന്നുണ്ട്. മൂവിങ് ഇല്ല, സ്പിരിറ്റില്ല, പരിശുദ്ധാത്മാവില്ല. പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ സമ്മേളനങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവിടെ പ്രവർത്തിക്കുന്ന, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ മൂവിങ് ആണ്. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ് ജന സദസ്സോ എന്താണ് നടക്കുമല്ലേ ഇപ്പോൾ? അപ്പോൾ ഇഷ്ടംപോലെ ആൾ കൂടുന്നുണ്ട്. അപ്പോൾ ആൾ കൂടുന്നു, മന്ത്രിമാർ വരുന്നു, പ്രസംഗിക്കുന്നു. ഇപ്പോൾ ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ വന്നിരിക്കുന്നു, മന്ത്രിമാർ പ്രസംഗിക്കുന്നു, മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നു. നല്ല കാര്യം. അങ്ങനെ ഒരു സമ്മേളനവും അഞ്ചലിലെ കൺവെൻഷൻ പന്തലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ഇവിടെ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്യും, ഹോളി സ്പിരിറ്റ്. അവിടെ മനുഷ്യർ മാത്രമേ ഉള്ളൂ, ഇവിടെ ഹോളി സ്പിരിറ്റ് മൂവ് ചെയ്യും. പറഞ്ഞേ ഹല്ലേലൂയ. മൂവ് ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ സമ്മേളനങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ല. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ചലനം ഉണ്ടാവണം. അങ്ങനെ ചലനം ഉണ്ടാവണമെങ്കിൽ ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെട്ട മനുഷ്യരുണ്ടാവണം. ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെടുന്നത് എങ്ങനെയെന്നറിയാം? അവർ ആ ലോകം തുറക്കപ്പെട്ടാൽ നിങ്ങളിത് മനസ്സിലാക്കണം. ഇപ്പോൾ കൈമലച്ചൻ ഇവിടെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോൾ അച്ഛൻ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പറയല്ല. ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെട്ട ഒരാളാണിത്. അതെന്തുകൊണ്ടാണ് പറയുന്നത് ഞാൻ പറയാം. അതായത് അച്ഛൻ ആൾത്താരെ കയറി, ഇപ്പോൾ മൗണ്ട് കാർമൽ ധ്യാന കേന്ദ്രത്തിൽ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം വന്ന് കുർബാന അർപ്പിക്കാറുണ്ട്. ധ്യാനങ്ങൾക്ക് മിക്കവാറും എല്ലാ ധ്യാനത്തിനും അച്ഛൻ്റെ ഒരു ക്ലാസ് കൊണ്ട് അവിടെ. അപ്പോൾ അച്ഛൻ അവിടെ വന്ന് പ്രസംഗിക്കുമ്പോൾ, അച്ഛൻ അവിടെ വന്ന് ആൾത്താരെ കയറുമ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ ആൾത്താരെ വന്ന് നിൽക്കുമ്പോൾ എനിക്ക്, അച്ഛൻ ഉപയോഗിച്ച വാക്ക് ഇങ്ങനെയാണ്, ബാധ കയറുന്നത് പോലാണ് എനിക്ക് പരിശുദ്ധാത്മാവ് കയറുന്നതെന്ന് പറഞ്ഞു. അച്ഛൻ എന്നോട് പറഞ്ഞൊരു വാക്കാണത്. അതിപ്പോൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ മാത്രമല്ല, അച്ഛൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ മാറി സൈഡിലൊക്കെ നിന്ന് പലപ്പോഴും നോക്കിയിട്ടുണ്ട്. അച്ഛൻ വേറെ ആരെയും ശ്രദ്ധിക്കുന്നില്ല, അച്ഛൻ വേറെ ആരെയും കാണുന്നില്ല. വയ്യാത്തൊരു മനുഷ്യനാണ്. അത് മറ്റൊരു അച്ഛനെ പോലെ ആരോഗ്യമൊന്നും ഇല്ലാത്ത ഒരാളാണ്. പക്ഷേ എന്താണ്, അച്ഛൻ സമ്പൂർണമായി എല്ലാം മറന്നിട്ട് ആത്മാവിലാണ് ആരാധിച്ചുകൊണ്ടിരിക്കുക. ആത്മാവിൽ എന്തെന്നറിയോ, ഞാൻ ഈ മേളിലത്തെ നിലയിലൊക്കെ നിന്ന് അച്ഛൻ സദറാൻ ചൊല്ലുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ കേട്ടിരിക്കും. അതെന്നറിയാം, അത് വേറൊരു അച്ഛൻ ചൊല്ലുന്ന പോലെ അല്ലെന്ന്, അത് വേറെ വ്യത്യാസമുണ്ട് അതിന്. പറഞ്ഞേ ഹല്ലേലൂയ.
അതിന് വ്യത്യാസമുണ്ട്. അത് ഞാൻ ചൊല്ലുന്നതല്ല, അതിന് വ്യത്യാസമുണ്ട്. കാരണം അത് ആത്മാവിൽ നിന്നൊരു മനുഷ്യനൊരു പ്രാർത്ഥന ചൊല്ലുമ്പോൾ അവിടെ ഒരു മൂവിങ് ഓഫ് ദ സ്പിരിറ്റ് ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചലനമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. അതെന്നറിയാം, അതിന് അച്ഛന് സഹനങ്ങൾ ശരീരത്തിൽ ഒരുപാട് കിട്ടിയതുകൊണ്ട് അച്ഛന് പെട്ടെന്ന് ശരീരത്തെ മറക്കാൻ പറ്റും. മനസ്സിലായി? നമ്മളതുകൊണ്ട് നമ്മൾ ദൈവസഭയിൽ ദൈവമക്കൾ സമ്മേളിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കേണ്ടത് ഈ ജഡത്തിൻ്റെ ലോകത്തിൽ നിന്ന് ആത്മാവിൻ്റെ ലോകത്തിലേക്ക് പെട്ടെന്ന് നമ്മൾ മാറണം. മനസ്സിലായോ? നമ്മളെല്ലാം ഇങ്ങനെ കോൺഷ്യസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ചുറ്റും ഒരു 10,000 കാര്യത്തിനിടയ്ക്ക് എന്തൊക്കെയോ പ്രാർത്ഥന ചൊല്ലുന്നു. എൻ്റെ പൊന്ന് ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾക്ക് ഒരിക്കലും പരിശുദ്ധാത്മാവിനെ അനുഭവിക്കാൻ പറ്റില്ല. ഒരു പാട്ടേ പാടിയുള്ളൂ, പക്ഷെ അത് നിങ്ങൾ അത് ഉള്ളറിഞ്ഞ് പാടണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പൊ പോൾസൺ ചേട്ടൻ പാടുമ്പോൾ അത് ഹൃദയത്തെ സ്പർശിക്കുന്ന എന്തുകൊണ്ടാ? അത് ഈ വാക്ക് അറിഞ്ഞ് ഈ ആത്മാവിലാണ് ഈ പാടുന്നത്. ഇത് വെറുതെ ഒരു പാട്ടെടുത്ത് ചുമ്മാ ചിക്കുബുക്ക് റെയിലെന്നും പാടുമല്ലത്. അത് പാടുകയാണ്. അത് പാടുമ്പോൾ അവിടെ ഒരു സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? അപ്പോൾ 75 വയസ്സായിട്ടും റിട്ടയർമെൻറ്റ് കൊടുക്കാൻ നമ്മൾ നിർത്തിയിരിക്കുന്നത് 75 ആയില്ല കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതായത് അതിനാണ് ആത്മാവിൻ്റെ മൂവിങ്. അത് ഓരോരുത്തരുടെയും കാര്യത്തിലുണ്ട്. ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന അവിടെ ഒരു ചെറുപ്പക്കാരൻ, അവിടെ ഒരു കൊച്ചൻ പ്രാർത്ഥിക്കാൻ ഇരിപ്പുണ്ട്. ഈ പിള്ളേരുടെയൊക്കെ പ്രത്യേകം എന്താണെന്നറിയാം, ഇവരൊക്കെ സ്പിരിറ്റിലാണ്, ആത്മാവിലാണ്. അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ പിന്നെ ഈ അന്തരീക്ഷം ഒന്നും നോക്കിക്കൊണ്ട് നിൽക്കത്തില്ല. അവർ ആത്മാവിലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നമുക്കെന്താണെന്നറിയാമോ, അങ്ങനെ ഒരു 5000 ഒന്നും വേണ്ട, ഒരു 5 എണ്ണം ആത്മാവിൻ്റെ ലോകം തുറക്കപ്പെട്ട ഒരു 5 എണ്ണം ഒരു സ്ഥലത്തുണ്ടെങ്കിൽ അവിടെ ഹോളി സ്പിരിറ്റിൻ്റെ മൂവിങ് ഭയങ്കരമായിരിക്കും. അയ്യോ ഭയങ്കര എന്ന് പറഞ്ഞാൽ അത് വേറൊരു ലെവലാണത്. ഒന്നും പറയാൻ പറ്റും, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലത്. നിങ്ങൾക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് എന്തോരം 19 കൊല്ലമായിട്ട് ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്ന ആളാണ്. എന്തോരം ആശയങ്ങൾ, എന്തോരം വചനങ്ങൾ എൻ്റെ തലയിലുണ്ട്. 19 കൊല്ലമായിട്ട് നോൺ സ്റ്റോപ്പായിട്ട് മിക്കവാറും എല്ലാ ദിവസവും. നിങ്ങളെന്ന് ആലോചിച്ച്. പക്ഷേ ഒരു സ്ഥലത്ത് കയറി നിൽക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു മൂവിങ് ഉണ്ടായില്ലെങ്കിൽ ഞാൻ വിഷമിച്ചും ഭാരപ്പെട്ടും എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ 19 കൊല്ലം കൊണ്ട് ഒരാൾ പ്രൊഫഷണൽ ആവേണ്ടതല്ലേ ഒരു കാര്യത്തിൽ? അയാൾ ഭയങ്കര പ്രൊഫഷണൽ ആവേണ്ടതല്ലേ? പക്ഷെ പറ്റില്ല, ഇപ്പോഴും തപ്പും. ആ പരിശുദ്ധാത്മാവ് വരാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. പറഞ്ഞേ ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ ആത്മീയ എക്സ്പ്രഷൻസിനെ നമ്മൾ ഒരു സ്റ്റാബുമായിട്ട് അതിനെ എന്തോ ഒരു ഇഷ്ടക്കേടായിട്ട് കാണരുത്. നാം കൈയടിക്കാൻ തോന്നിയാൽ അങ്ങോട്ട് കൈയടിച്ചോണം. അതിനിപ്പോൾ ആരുടെയും പെർമിഷൻ, ബോവാസച്ചൻ പെർമിഷൻ തരണ്ട, അതിന് അങ്ങ് അടിച്ചോണം. മനസ്സിലായില്ലേ? അത് കൈയടിക്കാൻ, ഹല്ലേലൂയ പറയാൻ തോന്നിയാൽ ഹല്ലേലൂയ പറഞ്ഞോണം. സ്തുതിക്കാൻ നന്നായിട്ട് ഹൃദയം നൊന്തം കൊണ്ട് സ്തുതിച്ചോണം. അപ്പം എല്ലാ അർത്ഥത്തിലും നമ്മളെ വിട്ടുകൊടുത്ത് ഈ ശരീരത്തെ മറക്കണം. ശരീരത്തെക്കുറിച്ച് അധികം ബോധർ ചെയ്യരുത്. അടുത്തുള്ളവർ കേൾക്കുന്നുണ്ടോ, അവരെന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ, ഇതിൻ്റെ ട്യൂണ് കറക്റ്റാണോ, ഇത് ഒരു കാര്യമില്ല അതിനകത്തൊന്നും. നമ്മുടെ കർത്താവിൻ്റെ ആത്മാവ് സഹായിക്കണം. ശക്തമായിട്ടൊന്ന് ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് കരങ്ങളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്ക്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ ഒരു തുടക്കത്തിന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ വന്നോണ്ടങ്ങ് പറഞ്ഞാൽ അത്. അപ്പോൾ ഞാൻ അതൊന്നുമല്ല പറയാൻ, നമ്മൾ യേശു വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? പിതാവിൻ്റെ ഇഷ്ടം അനുസരിക്കാൻ, രണ്ടാമത്തേത് പാപികളെ രക്ഷിക്കാൻ, മൂന്നാമത്തേത് അന്ധകാരത്തിൽ പ്രകാശമായി യേശു വന്നു, നാലാമത്തേത് സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സാമാന്യം വിശദമായി 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. 5ാമത്തെ കാര്യം, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം, ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 14-ാം തിരുവചനം. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ഉച്ചത്തിൽ വായിക്കണം, എല്ലാവരും വായിക്കണം. ഹെബ്രായ ലേഖനം 2:11, ഹീബ്രൂസ് 2:11, ഹെബ്രായ ലേഖനം 2:11, ഹെബ്രായ ലേഖനം 2:14 കേട്ടോ. ഹെബ്രായ ലേഖനം 2:14 വായിച്ചേ. മാംസത്തിലും രക്തത്തിലും ഭാഗഭാക്കായി, അതുപോലെ അവനും അവയിൽ ഭാഗഭാക്കായി. അത് മരണത്തിന്മേൽ അധികാരമുള്ള പിശാചിനെ
തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതായത് മരണഭയത്തിൽ നിന്ന് വിടുവിക്കാൻ, പിശാചിൻ്റെ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ നശിപ്പിച്ച്, തൻ്റെ മരണത്താൽ നശിപ്പിച്ച് മരണഭയത്തോടെ ജീവിതകാലം മുഴുവൻ അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം എന്താ? ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം മരണഭയം. മനഃശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഭൂമിയിലെ മറ്റെല്ലാ ഭയങ്ങളുടെയും അടിയിൽ കിടക്കുന്ന ഭയം മരണഭയമാണെന്നാണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഭയം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് പല്ലിയെ പേടി, പാറ്റയെ പേടി, ഉറുമ്പിനെ പേടി, പിന്നെ ഉടുമ്പിനെ പേടി, പിന്നെ എന്തിനാണ് പേടി, പല്ലിയെ പേടി, പിന്നെ പാമ്പിനെ പേടി, അങ്ങനെയുള്ള പേടികളുണ്ട്. പിന്നെ ഇരുട്ടിനെ പേടിയുണ്ട്, ഉയരത്തെ പേടിയുണ്ട്, അടച്ചിട്ട മുറികളെ പേടിയുണ്ട്. എന്നോട് നാളിൽ ഒരു കൊച്ചച്ചൻ പറഞ്ഞു, എനിക്ക് ലിഫ്റ്റിനകത്ത് കയറാൻ പേടിയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പേടിയുള്ളവരുണ്ട്, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പല പേടിയുണ്ട്, പലതരത്തിലാണ് പേടി. എല്ലാ പേടിയുടെയും അടിയിൽ കിടക്കുന്ന പേടി എന്താണ്? മരണപ്പേടി. എന്ത് പേടിയാണ്? മരണപ്പേടി, മരണഭയം. ഒരു മനുഷ്യന് മരിക്കാൻ ഭയമുണ്ട്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതാണ്ട് 9 പേര് ഈ മിനിറ്റിൽ യേശുവിന് വേണ്ടി കൊല്ലപ്പെടുന്നുണ്ട്. ഈ മിനിറ്റിൽ യേശുവിന് വേണ്ടി 9 പേര് കൊല്ലപ്പെടുന്നുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരുപാട് ആളുകൾ, കൃത്യമായ കണക്കെനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. ഓരോ മിനിറ്റിലും കൃത്യമായിട്ട് ചില ആളുകൾ, കൃത്യ എണ്ണ ആളുകൾ, അങ്ങനെ പറഞ്ഞ കണക്കുകളുണ്ട്, പീഡിപ്പിക്കപ്പെടുന്നുണ്ട് യേശുവിന് വേണ്ടി. യേശുവിന് വേണ്ടി പിന്നെ കൽത്തുറുങ്കുകളിൽ അടയ്ക്കപ്പെടുന്നുണ്ട് ഈ മിനിറ്റിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഓരോ മിനിറ്റിലും യേശുവിന് വേണ്ടി ചിലർ ജീവൻ കൊടുക്കാൻ തയ്യാറായി, ജീവൻ വെടിയാനും അവർ തയ്യാറായി, അല്ലേ? നമ്മൾ വെളിപാടിൽ വായിച്ചതാണ്. എന്താണ്? രാപകൽ സഹോദരരെ ദുഷിക്കുകയും ദൈവസമക്ഷം അവരെ പഴിപറയുകയും ചെയ്തിരുന്നവൻ വലിച്ചെറിയപ്പെട്ടു. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സാക്ഷ്യത്തിൻ്റെ വിജയം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി ജീവൻ കൊടുക്കാനും അവർ തയ്യാറായി. അതായത് ചില ആളുകൾക്ക് മരണഭയം ഇല്ല, മരിക്കാൻ പേടിയില്ല. വിശ്വാസികളായ അനേക കോടി മക്കൾക്ക് യേശുവിനെ പ്രതി മരിക്കാൻ അവർ തയ്യാറാകത്തക്ക വിധം മരണഭയമില്ലാതായി. മരണഭയമില്ലാതായത് ഈ മരണത്തിനപ്പുറത്ത് ഒരു നിത്യജീവൻ ഉണ്ടെന്ന് യേശു അവർക്ക് ഉറപ്പ് കൊടുത്തത് കൊണ്ടാണ് മരിക്കാൻ ഭയമില്ലാത്തത്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതായത് എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ വർഷങ്ങളായിട്ട് എന്നോട് പറയുന്നത്, അതായത് ചില സമയത്ത് അവനിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുന്ന സമയത്ത് അവനിങ്ങനെ 2 കണ്ണും നിറഞ്ഞ് ഇങ്ങനെ കണ്ണുനീര് ഒഴുകുന്ന കാണാം. അപ്പം ഞാനിങ്ങനെ അവനെ തട്ടി വിളിച്ചിട്ട് ചോദിക്കും, നീ എന്തിനാ കരയുന്നത്? അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയും, അച്ഛാ ഞാൻ ഒത്തിരി നാൾ ഈ ഭൂമിയെ കാണത്തില്ല എന്ന് പറയും. ഞാൻ ഒത്തിരി നാൾ ഈ ഭൂമിയെ കാണത്തില്ല. അപ്പോൾ ഞാൻ പറയും, നിനക്കെന്നെ മരിക്കാൻ അത്ര കൊതിയാണോ? അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയും, എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ച് എൻ്റെ ഈശോയെ ഒന്ന് കണ്ടാ മതി. ഈ ചെറുപ്പക്കാരന് മരണഭയമില്ല. എന്നോടൊരു പെൺകുട്ടി പലതവണ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അച്ഛാ ഞാൻ 33 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞത് നിനക്കെങ്ങനെ അറിയാം? അതെനിക്കറിയാം, ഞാൻ 33 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞത് നിനക്ക് ജീവിക്കണ്ടേ? അയ്യോ, എനിക്ക് എങ്ങനെയെങ്കിലും മരിച്ച് എൻ്റെ ഈശോയെ കണ്ടാ മതി. എനിക്കിങ്ങനെയുള്ള അനേകം ചെറുപ്പക്കാരെ അറിയാം. അവരെന്താണ്? അവർക്ക് മരണഭയമില്ല. മരണഭയമില്ലാത്ത എന്താണ്? ഈ മരണത്തിൻ്റെ മേൽ അധികാരമുള്ള പിശാചിനെ നശിപ്പിച്ച് ജീവിതകാലം മുഴുവൻ മരണഭയത്തിൽ കഴിയുന്നവരെ വിടുവിക്കുന്ന യേശുവിൻ്റെ ശക്തി അവരനുഭവിച്ചത് കൊണ്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് ഒരു ഉന്മാദിയെപ്പോലെ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ വിശപ്പല്ലെവിടെ? എന്നിട്ട് ഫിലിപ്പിയിലെ തടങ്കൽ പാളയത്തിൽ കിടക്കുമ്പോൾ, ഫിലിപ്പിയിലെ തടവറയിൽ കിടക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി, എനിക്ക് ജീവിതം ക്രിസ്തുവും മരണം നേട്ടവുമാണ്. മരിച്ച യേശുവിനോടുകൂടെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഞാൻ ഈ ശരീരത്തിൽ തുടരുന്നത് നിങ്ങൾക്ക് വല്ല ഗുണം ഉണ്ടാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. എങ്കിലും മരിച്ചെൻ്റെ കർത്താവിനോടുകൂടെ ആയിരിക്കാനാണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഇത് ആത്മഹത്യാ ചിന്തയല്ല. ഇത് ജീവിതം മടുത്തോണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് ചിന്തിക്കുകയല്ല. മറിച്ച് ഈ ജീവിതത്തിന് അപ്പുറത്തുള്ള ജീവിതത്തിൻ്റെ കാമ്യമായ, ആ അഭികാമ്യമായ, ആ ശ്രേഷ്ഠമായ അവസ്ഥ ഒരു വ്യക്തി തിരിച്ചറിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന ഒരു ഹൃദയ ബോധം, ഒരു വിചാരം, ഒരു ബോധ്യം, എനിക്ക് എൻ്റെ കർത്താവിനോട് കൂടെ ആയിരിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. നിത്യതയിലേക്ക് കണ്ണും നട്ട് ജീവിക്കുന്നൊരു ജീവിതം,
അതുകൊണ്ടാണ് ഈ പ്രത്യാശയുടെ പാട്ടുകളിൽ അവർ പറയുന്നത്, കാന്താ നിന്നെ എന്ന് കാണും, അല്ലേ? കോന്താന്നല്ല, കാന്താ നിന്നെ ഞാൻ എന്ന് കാണും എന്നൊക്കെ പറഞ്ഞിട്ട് കാന്തനെ കാണാൻ ആശയോടെ കാത്തിരിക്കുകയാണ്, കാത്തിരിക്കുകയാണ് ഞാൻ. ഇത്തരം പാട്ട് ഞാൻ ഇന്നലെ പറഞ്ഞില്ല, ഇത്തരം പാട്ടുകൾ ഇല്ലാതായത് എന്തുകൊണ്ടാ? ഇത്തരം പാട്ടുകൾ ഇല്ലാതായത് ഇത്തരം പ്രത്യാശ ഇല്ലാതായത് കൊണ്ടാണ്. മനുഷ്യർക്ക് ഇത്തരം പ്രത്യാശയില്ല, അതുകൊണ്ട് പാട്ടുകളും ഇല്ല. പറഞ്ഞേ ഹല്ലേലൂയ, ഒന്നുറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് മരണത്തിന്മേൽ അധികാരമുള്ള വേറൊരു വചനം വായിക്കാം. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം തിരുവചനം. 1 യോഹന്നാൻ 3:8. 1 യോഹന്നാൻ 3:8 പെട്ടെന്ന് വായിച്ചോളുക. പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. അടുത്ത വാക്യം, പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അപ്പോൾ യേശു വന്നത് പിശാചിൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായത്. അതുകൊണ്ട് നമ്മുടെ കർത്താവ് വന്നത് സാത്താൻ്റെ പ്രവർത്തികളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് അവനിൽ നമുക്ക് പിശാചിൻ്റെ മേൽ വിജയമുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് പോവാം. അടുത്ത വാക്യം വായിക്കാം. കൊളോസോസ് 2:15. നമ്മൾ വായിച്ച വചനമാണ്, പെട്ടെന്ന് വായിച്ചു പോവാം. കൊളോസോസ് 2:15 വേഗം വായിക്കാം. കൊളോസോസ് 2:15 വായിക്കാമോ? ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി, അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. ലൂക്ക 10:19. ലൂക്ക 10:19. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. എല്ലാവരും ഒന്ന് എടുത്തിട്ട് ആ വചനം, ഇതൊന്ന് കാണാതെ പഠിക്കേണ്ട വചനങ്ങളിൽ ഒന്നാണ്. ലൂക്ക 10:19 ഉറക്കെ വായിക്കാം. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെയും മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു, ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ ഇതൊക്കെ? അതായത് നിങ്ങൾ പിശാചിനെ ഭയപ്പെടുകയല്ല. ഗബ്രിയേൽ അമോർത്തിൻ്റെ പുസ്തകത്തിൻ്റെ ടൈറ്റിൽ ദ ഡെവിൾ ഈസ് അഫ്രെയ്ഡ് ഓഫ് മീ. സാത്താൻ എന്നെ ഭയമാണ്, സാത്താൻ എന്നെ ഭയമാണ്. ഒരു വിശ്വാസിയുടെ ആപ്തവാക്യമാണ്, കാഹളധ്വനിയാണ്. വിശ്വാസിയുടെ അധരങ്ങളിൽ നിന്ന് ഉയരുന്ന ഈ വിജയപ്രഖ്യാപനമാണിത്. എന്താണ്? എനിക്ക് പിശാചിനെ ഭയമില്ല, പിശാചിന് എന്നെ ഭയമാണ്. നീ കർത്താവിൻ്റെ നാമം വഹിക്കുന്നത് കാണുമ്പോൾ ഭൂമുഖത്തുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. നിയമാവർത്തനം 28:10 ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ മത്തായി 28:18. മത്തായി 28:18. ഞാനിതൊക്കെ പറയുന്നത് എന്തുണ്ടെന്ന് അറിയാമോ? നിങ്ങൾ ചില സ്ഥലത്ത് താമസിക്കുമ്പോൾ, എന്നെ നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ, ലുക്ക് അറ്റ് മീ. നിങ്ങൾ ചില സ്ഥലത്ത് താമസിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയിരിക്കണം, എല്ലാ സ്ഥലവും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലമല്ല. അതിനകത്തൊരു സംശയമില്ല. എല്ലാ സ്ഥലവും ഒരുപോലെ അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം അല്ല. ചില സ്ഥലങ്ങളിൽ ചില കൃത്യമായ ദുഷ്ടാരൂപികളുടെ സ്വാധീനങ്ങളുണ്ട്, അതിന് തർക്കമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ചില സ്ഥലങ്ങളിൽ, ഇപ്പം ഞങ്ങൾ വേറ്റനാട് വരുമ്പോൾ അവിടെ ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു ഓരോ വീട്ടിലും ആത്മഹത്യ. ഞാൻ ആദ്യം അവിടെ താമസിക്കുന്ന സമയത്ത് അവരെന്നെ വിളിച്ചിരുന്നത് തോട്ടത്തിലച്ഛാന്നാണ്. എന്താണ് തോട്ടത്തിലച്ഛൻ? കാരണം അത് ഒരു റബ്ബർ എസ്റ്റേറ്റാണ്. അവിടെ ഞാനിങ്ങനെ ഒരു മാടമൊക്കെ കെട്ടി അവിടെ ഇങ്ങനെ താമസിക്കുകയായിരുന്നു 2017. അപ്പോൾ അവിടെ ഈ രാത്രി വന്ന് 2 മണിക്കൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ട്, തോട്ടത്തിലച്ഛാ. ഞാൻ വിചാരിച്ചു ഇനി തോട്ടത്തിൽ വേറെ വല്ല അച്ഛന്മാരും വന്നോ, ഞാനറിയാതെ, എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ വന്ന് വിളിക്കുകയാണ് ആ കോളനിയിലെ ഒരു ചേച്ചി, തോട്ടത്തിലച്ഛാ. രാത്രി അസമയമാണ്. ഞാൻ വന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ എന്നെ ചേച്ചിയും ചോദിച്ചു, പറഞ്ഞു തോട്ടത്തിലച്ഛാ ഒന്ന് വരണേ, അവിടെ അവൻ തൂങ്ങാൻ നിൽക്കുകയാണ്, എൻ്റെ മകൻ കള്ളു കുടിച്ചിട്ട്. അപ്പം അപ്പോഴെനിക്ക് മനസ്സിലായി ഞാനാണ് തോട്ടത്തിലച്ഛൻ. അപ്പോൾ തോട്ടത്തിലച്ഛൻ പെട്ടെന്ന് റെഡിയായി വേഗം അവിടേക്ക് ചെന്നു. അപ്പോൾ ഇവൻ കെട്ടി തൂങ്ങാൻ നിൽക്കുകയാണ്. ഓരോ വീട്ടിലും ആത്മഹത്യ. ആ പ്രദേശത്ത് ആത്മഹത്യയുടെ ഒരു അരൂപി കടന്ന് ഇങ്ങനെ വിളയാടുകയാണ്. ഒരു കുഴപ്പമില്ലായിരിക്കുന്ന മനുഷ്യനൊക്കെ പുരുടാനെടുത്ത് തിന്നുകയാണ്. എന്നിട്ട് ആശുപത്രി ചേച്ചിമാരൊക്കെ വന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു ചേട്ടൻ ഇങ്ങനെ ഇതുപോലെ വാഴയ്ക്ക് ഇതിനൊക്കെ വെച്ചിരുന്ന സാധനം എടുത്ത് തിന്നിട്ട്
ആ സ്ത്രീ ചങ്കത്തടിച്ച് കരഞ്ഞുകൊണ്ട് ആ ധ്യാനകേന്ദ്രത്തിൻ്റെ മുറ്റത്ത് നിന്ന് വാവിട്ട് കരഞ്ഞത്. കർത്താവ് രക്ഷിച്ചു, മരിച്ചില്ല, അയാൾ തിരിച്ചു വന്നു, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഇതായിരുന്നു. നമ്മളവിടെ ആരാധന 24 മണിക്കൂർ ആരാധന, ദൈവവചന 24 മണിക്കൂർ അവിടെ എല്ലാം പ്ലേ ചെയ്തിരിക്കുന്നു. പിന്നെ എപ്പോഴും അഞ്ചരിപ്പ് പ്രാർത്ഥന, ദേശത്തിന് വേണ്ടി പ്രാർത്ഥന, 4 ദിക്കുകൾക്കും വേണ്ടി നേരെ തിരിഞ്ഞ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ദൈവത്തിന് മഹത്വം. ഇപ്പോൾ അവിടെ അങ്ങ് ഒറ്റ വീട്ടിൽ ആത്മഹത്യയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ആത്മഹത്യയുടെ ഒരു ദുരാത്മാവ് ആ പഞ്ചായത്തിൽ നിന്നേ വിട്ടുപോയി. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആത്മഹത്യയില്ല, അവിടെ ഇല്ല. മറ്റേന്ന് പറഞ്ഞാൽ എല്ലാ ആഴ്ചയിലും വന്ന് പറയും, അച്ഛാ അവിടെ അവൻ മരിച്ചു, അച്ഛൻ അവനെ പയ്യനെ അറിയായിരുന്നു, അവൻ മരിച്ചു, അവൻ താൻ മരിച്ചു, അവൻ വിഷമടിച്ച് മരിച്ചു, അവൻ തൂങ്ങിച്ചെത്തു. ഇങ്ങനെ ഇത് തന്നെയായിരുന്നു അവിടുത്തെ പരിപാടി. അപ്പോൾ മനസ്സിലാവുന്നുണ്ടോ? ചില സ്ഥലത്ത് ഈ സാധനമുണ്ട്, ഒരു വീട്ടിൽ കയറിയിട്ട് ഇത് അടുത്ത വീട്ടിൽ കയറും, ഇത് അടുത്ത വീട്ടിൽ കയറും. അത് ഈ സ്ഥലത്തിന് അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ സ്ഥലം വിറ്റ് പോവല്ല വേണ്ടേ. ഒരു വിശ്വാസിയെ ദൈവം മാമോദീസ കൊടുത്ത് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവിൻ്റെ ത്രിയേക ദൈവത്തിൻ്റെ മുദ്രയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നത് പിശാചിന് ഈ മാമോദീസ മുഖേന പേടിയായതുകൊണ്ട് ആ പിശാചിനെ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളത് മനസ്സിലാക്കണം. അത് ഈ ദേശം പിടിച്ചെടുക്കാവുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട് വിശ്വാസിക്ക്. ദേശം ദൈവത്തിൻ്റെതാക്കി മാറ്റണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ദേശം ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ നമ്മൾ വിശ്വസിക്കണം. എന്താണ്? എൻ്റെ കർത്താവ് കുരിശിൽ സാത്താനെ പരാജയപ്പെടുത്തിയതാണ്. നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ പിശാചിനോട് നമ്മൾ തലകുത്തി മറിഞ്ഞ് അവനിങ്ങനെ ചാട്ട ചുഴറ്റി ഓട്ടിച്ചു മുറിച്ചു അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുക, അതായത് നിങ്ങൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. നിങ്ങൾ അമേരിക്കയിൽ താമസിക്കുന്നത്, നിങ്ങൾക്ക് അഞ്ചലിൽ 5 ഏക്കർ സ്ഥലമുണ്ട്. അഞ്ചലിൽ 5 ഏക്കർ. നിങ്ങൾ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഈ 5 ഏക്കർ ആരുടെ പേരിലാണ്? ആരുടെ പേരിലാണ്? നിങ്ങളുടെ സ്ഥലമാണിത്, നിങ്ങളുടെ സ്ഥലമാണ്, നിങ്ങളുടെ പേരിലാണ് ഈ സ്ഥലം. നിങ്ങൾ അമേരിക്കയിൽ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് നാട്ടുകാരെല്ലാം ഫോൺ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഈ സ്ഥലത്ത് കുറേ സാമൂഹ്യ വിരുദ്ധന്മാർ കയറി മാടമൊക്കെ വെച്ച് താമസം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ ചോദ്യം കേൾക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം, ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം ആരുടേതാണ്? നിങ്ങളുടേതാണ്. ഇപ്പം കയറിയവന്മാർക്ക് ഈ സ്ഥലത്തിൻ്റെ മേൽ എന്തെങ്കിലും അവകാശമുണ്ടോ? ഒരവകാശവും ഇല്ല. അവർ നുഴഞ്ഞു കയറിയതാണ്. അവർ കയറരുതെന്ന് പറയാനൊന്നും പറ്റില്ല. നിങ്ങൾ സ്ഥലത്തില്ലാത്തതുകൊണ്ട് അവർ കയറിയതാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഗവനിക്കാത്തതുകൊണ്ട് കയറിയതാണ്. നിങ്ങൾ വേലി കെട്ടി ഗേറ്റൊക്കെ ഇട്ട് പൂട്ടിയിടാത്തതുകൊണ്ട് അവർ കയറിയതാണ്. നമ്മുടെ ഒരു ശ്രദ്ധക്കുറവുകൊണ്ടാണ് അവർ കയറിയത്. കയറി അവർ താമസം തുടങ്ങി. അവരവിടെ റിസോർട്ടൊക്കെ പണിയാനുള്ള പരിപാടി തുടങ്ങി. അവരുടെ സ്ഥലം, നമ്മുടെ സ്ഥലമാണ്, അവർ തുടങ്ങി. അപ്പം നിങ്ങളിവിടെ വരുന്നു. നിങ്ങളിവിടെ വന്നു കഴിയുമ്പോൾ എൻ്റെ ചോദ്യം, ഉടമസ്ഥാവകാശം നിങ്ങളുടെ പേരിലാണെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് അനധികൃതമായി കയറി താമസിക്കുന്ന ആളോട് നിങ്ങൾ ഇറങ്ങിപ്പോവാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് അധികാരമുള്ളത് കൊണ്ട് അവരിറങ്ങിപ്പോണം. ഈ ഗവൺമെൻറ് സിസ്റ്റവും നിയമവും എല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കുന്നത് അല്ലേ? അല്ല, അവരുടെ കൂടാണോ? അല്ല. നിങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് ഇതിനുള്ള ഡോക്യുമെൻറ്റുകൾ നിങ്ങളുടെ പേരിലാണ്. എല്ലാവർക്കും അറിയാം ഇത് നിങ്ങളുടേതാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഇവിടെ നിങ്ങളുടെ സ്ഥലത്ത് നുഴഞ്ഞു കയറിയിരിക്കുന്ന കുറച്ച് ബംഗാളികളാണെന്ന് വിചാരിച്ചു. എല്ലാവർക്കും അറിയാം ഈ ബംഗാളികളുടെ ഈ സ്ഥലം. പിന്നെ ആരുടെയാണിത്? ബംഗാളികളെ ഞാൻ കുറ്റം പറയുന്നതല്ല, ഒരു ഉദാഹരണം പറയുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അവരുടെ അല്ലേ സ്ഥലം, നിങ്ങളുടെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എന്ന് പറഞ്ഞ പോലാണിത്. ഈ എല്ലാ സ്ഥലത്തിൻ്റെയും ഭൂമി സകലത്തിൻ്റെയും അവകാശം കർത്താവായ ഈശോ മിശിഹ തൻ്റെ കുരിശിലൂടെ വീണ്ടെടുത്ത് കഴിഞ്ഞു. ഇതെവിടെയാണ് കാണുന്നത്? അതാണ് മത്തായി 28:18. മത്തായി 28:18 പെട്ടെന്ന് വായിക്കും. മത്തായി 28:16 മുതൽ വായിക്കാം. 16 മുതൽ. യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലയിലെ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു. ഉറക്കെ വായിക്കാം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതായത് ഇങ്ങോട്ട് നോക്കിയേ, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്. ഞാനൊരു വാചകം പറയാം, അത് ശ്രദ്ധിക്കണം. സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ. സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ദുരാത്മാക്കൾ, ദുഷ്ടാരൂപികൾ സ്ഥലബന്ധിതമാണ്. ദുഷ്ടാരൂപികൾ ഒരു സ്ഥലത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഈശോ പറഞ്ഞില്ലേ, അതായത് ഒരു അശുദ്ധാത്മാവ് പുറത്തു പോയി കഴിയുമ്പോൾ, ഒരശുദ്ധാത്മാവ് ഒരു സ്ഥലത്ത് നിന്ന് പുറത്തു പോയി കഴിയുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കും. എന്നിട്ട് ഒന്നും കണ്ടെത്താതെ വരുമ്പോൾ അത് തിരിച്ച് തന്നെക്കാൾ ദുഷ്ടന്മാരായ
7 വേറെ പിശാചുക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് തിരിച്ചു വന്ന് ഈ സ്ഥലം വൃത്തിയാക്കിയിട്ടിരിക്കുന്ന കാണുമ്പോൾ വീണ്ടും ഇവിടെ വന്ന് താമസിക്കും. സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ, സ്ഥലങ്ങളോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ദുഷ്ടാരൂപികൾ. ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് യേശു ലെഗിയോൻ എന്ന് പറയുന്ന ആ പിശാച് ബാധിതനിൽ നിന്ന് പിശാചുക്കളെ പുറത്താക്കുമ്പോൾ മർക്കോസിന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, കേട്ടാൽ മതി. ആ പിശാചുക്കൾ അവനോടൊരു കാര്യം അപേക്ഷിക്കും, യേശുവിനോട് അപേക്ഷിക്കും. എന്താ അപേക്ഷിക്കുന്നത്? സാറേ ഒരു ഹെൽപ്പ് ചെയ്യണേന്ന് പറയും പിശാചുക്കൾ. എന്താ പറയുന്നേ? പിശാചുക്കൾ എന്താ പറയുന്നേ? ഒരു സിപ്പപ്പ് വാങ്ങിച്ചു തരുമോ സാറേ എന്നാണോ? പിന്നെ പറ, എന്തെങ്കിലും പറ. നിങ്ങൾ പന്നിക്കൂട്ടത്തിൻ്റെ കാര്യമൊന്നും അവർ പറഞ്ഞില്ല. അതിനു മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു. കർത്താവെ, അവർ ഈശോയോട് ഒരു അപേക്ഷ വെച്ചു, ഒരു ആപ്ലിക്കേഷൻ വെച്ചു. എന്താണ്? ഞങ്ങളെ ഉപദ്രവിക്കില്ലെന്നൊന്നുമല്ല. ലെഗിയോനെ പുറത്താക്കുന്ന സമയത്ത് അവരിങ്ങനെ പറയും, ഞാൻ മതറൂമിൽ വന്ന വാർത്തയൊന്നും അല്ലല്ലോ ചോദിക്കുന്നത്, ബൈബിളിലെ കാര്യമല്ലേ. എന്താണ് പറയുന്നത്? തങ്ങളെ എവിടെന്ന് പറഞ്ഞു വിടരുത്, ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കരുത് എന്നവർ അവനോട് അപേക്ഷിച്ചു. അങ്ങനെ ഒരു സാധനം കിടപ്പുണ്ട് അതിനകത്ത്. തങ്ങളെ ഈ നാട്ടിൽ നിന്ന് പറഞ്ഞയക്കരുത്. അതുകൊണ്ട് ഈ നാട്ടിൽ തന്നെയുള്ള പന്നികളുടെ പുറത്ത് ഞങ്ങൾ കയറിക്കൊള്ളാം, കാരണം ഈ നാട്ടിൽ നിന്ന് പോയാൽ പറ്റില്ല. എന്താ കാര്യം? സ്പിരിറ്റ്സ് ആർ ടെറിറ്റോറിയൽ. തിരുവനന്തപുരം ജില്ലാ കളക്ടറിന് കൊല്ലത്ത് പവറില്ല, ഉണ്ടോ? കൊല്ലം ജില്ലാ കളക്ടറിന് തിരുവനന്തപുരത്തും പവറില്ല. കേരള മുഖ്യമന്ത്രിക്ക് തമിഴ്നാട്ടിൽ തെങ്കാശി ചെന്നിട്ട് മീശ പിരിച്ചാലൊന്നും അവിടെ ഒരു പരിപാടി നടക്കില്ല. തമിഴ്നാട് മുഖ്യമന്ത്രി ഇവിടെ വന്ന് മീശ പിരിച്ചാലും ഒന്നും നടക്കത്തില്ല. അപ്പൊ അവരുടെ പവർ ഒരു സ്ഥലത്തോട് ബന്ധിക്കപ്പെട്ട് കിടക്കുന്നു, എന്ന് പറഞ്ഞ പോലാണ് ഈ പിശാചുകൾക്ക് പവർ ഉള്ളത്. അവരേത് സ്ഥലത്താണോ വസിക്കുന്നത് ആ സ്ഥലത്ത് മാത്രമാണ്. പറഞ്ഞേ ഹല്ലേലൂയ. ഈശോ പറയുകയാണ് ശിഷ്യന്മാരെ പറഞ്ഞയക്കുമ്പോൾ, എല്ലാ സ്ഥലത്തിൻ്റെ മേലും എനിക്കാണ് അധികാരം. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഓരോ സ്ഥലത്തും ചില അധികാര കേന്ദ്രങ്ങൾ അവിടെ എവിടെയൊക്കെ നിപ്പുണ്ട്, പോയി അതിനെല്ലാം പറഞ്ഞു വിട്ടോണം. പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് ക്രിസ്ത്യാനി പിശാചിനെ പേടിച്ചിട്ട് സ്ഥലം വിറ്റ് പോവുക. തിരിച്ചാ വരേണ്ടത്. ക്രിസ്ത്യാനിയെ പേടിച്ചിട്ട് പിശാച് സ്ഥലം വിറ്റ് പോവാ വേണ്ടിയിരുന്നത്. ഇപ്പോൾ പിശാചിനെ പേടിച്ചിട്ട് നമ്മൾ സ്ഥലം വിറ്റ് പോവാണ്. ഇവിടെ ജീവിക്കാൻ കൊള്ളത്തില്ല. ഇത് ജീവിക്കാൻ കൊള്ളുന്ന സ്ഥലമാക്കി മാറ്റാനാണ് എല്ലാ ഭൂമിയുടെ മേലും, ഭൂമിയിലെ എല്ലാ സ്ഥലത്തിൻ്റെ മേലും അധികാരമുള്ള യേശു ഒരു വിശ്വാസിയെ ഒരു സ്ഥലത്ത് കൊണ്ട് താമസിപ്പിച്ചിരിക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. ഇതെല്ലാം സംഭവിക്കുന്നത് എങ്ങനെയെന്നറിയാമോ? ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു വ്യക്തിയിൽ ഈ വിശ്വാസം ആഴപ്പെടുമ്പോഴാണ്. ഈ വിശ്വാസം ഒരാളിൽ ശക്തമാകുമ്പോൾ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കും. യേശുവിനാണ് അധികാരം. ആ യേശുവിനെയാണ് ഞാൻ ആരാധിക്കുന്നത്. ആ യേശുവിനെ ആരാധിക്കുമ്പോൾ ആ ദേശത്ത് ദൈവത്തിൻ്റെ അധികാരം, അവിടെ ആധിപത്യം പ്രകടമാകും. ഞാൻ ഒരു രഹസ്യം കൂടെ പറയാം. നിങ്ങൾക്ക് സകല പൈശാചിക സ്വാധീനങ്ങളും ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള ഏറ്റവും ശക്തമായ ആയുധമാണ് ആ സ്ഥലത്ത് നിത്യാരാധന ആരംഭിക്കുക. പരിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങിയാൽ സകല പിശാചുക്കളും സ്ഥലം വിറ്റുപോകും. പറഞ്ഞേ ഹല്ലേലൂയ. കാരണം അവൻ ആരാധന പിന്നെ കിട്ടില്ല അവിടെ. കാരണം യേശുവിനെ അവിടെ ആരാധിച്ചു തുടങ്ങി. യേശുവിനെ ആരാധിച്ചാൽ, അതുകൊണ്ടാണ് നമ്മൾ ഭാരതം മുഴുവൻ നിത്യാരാധന ചാപ്പലുകൾ ഉണ്ടാവാൻ പ്രാർത്ഥിക്കണം. ഓരോ സ്ഥലത്തും ഇഷ്ടം പോലെ നിത്യാരാധന ചാപ്പലുകൾ വരണം, ആരാധനാ കേന്ദ്രങ്ങൾ വരണം. അവിടെ ഇരുന്ന് ആളുകൾ പ്രാർത്ഥിക്കണം. എന്താണ് വചനം എന്നറിയാം? സങ്കീർത്തനം 110:1 കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്ത് ഇരിക്കുക. യേശുവിനാണ് അധികാരം. സകല ശത്രുക്കളെയും അവൻ്റെ കാൽ കീഴിലാക്കും. യേശുവാണ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിനെ. അങ്ങനെ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് സ്വർഗസ്ഥാനീയനായി പിതാവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന യേശു വാഴ്ചകളെയും അധികാരങ്ങളെയും സകലത്തെയും പാദപീഠമാക്കുവോളം പിതാവിൻ്റെ വലതുഭാഗത്ത് വാഴുകയാണ്, പുത്രനായിട്ട് വാഴുകയാണ്. അവനോടുകൂടെ ഒരു ആരാധന, ദിവ്യകാരുണ്യ ആരാധന എന്ന് പറഞ്ഞാണല്ലോ. നിങ്ങൾക്ക് കേൾക്കാവോ? ശ്രദ്ധിക്കാവോ? ദിവ്യകാരുണ്യം, അതായത് ഒരു അരളിക്കയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോൾ
ആ പരിശുദ്ധ കുർബാന എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? എന്നെ ഒന്ന് ശ്രദ്ധിക്കും നിങ്ങൾ. ആ പരിശുദ്ധ കുർബാന എന്താണെന്നറിയാമോ? ഒരു അരളിക്കയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുമ്പോൾ ആ പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് സ്വർഗത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മാനവകുലത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശുവാണ് ഈ അരളിക്കയിൽ എടുത്തു വെച്ചിരിക്കുന്ന തിരുവോസ്തി. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? അരളിക്കയിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന തിരുവോസ്തി പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് മാനവകുലത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന യേശുവാണ് ഈ അരളിക്കയിൽ നമ്മൾ എഴുന്നള്ളിച്ച് വെച്ച് ആരാധിക്കുന്ന തിരുവോസ്തി. അപ്പൊ പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് യേശു ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ യേശുവിനെ നമ്മൾ ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സകല ആധിപത്യങ്ങളെയും കീഴടക്കും, എല്ലാ അധികാരങ്ങളെയും കീഴടക്കും, എല്ലാ പവറും കീഴടങ്ങും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. എനിക്ക് ഈ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9 മണിക്ക് ജീസസ് എൻകൗണ്ടർ, ജീസസ് എൻകൗണ്ടർ എന്ന് പറഞ്ഞ് യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ശുശ്രൂഷയുണ്ട്. സൂമിലാണത്. ഏതാണ്ട് ഒരു 1500ഓളം കുട്ടികൾ അതിനകത്ത്, ചെറുപ്പക്കാരതിനകത്ത് പങ്കെടുക്കും, യൂട്യൂബിലും സൂമിലുമായിട്ട്. എല്ലാ ആഴ്ചയിലും ഇവർക്ക് ഞാൻ ടാസ്ക് കൊടുക്കും. അതായത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കുട്ടികൾ കുരിശിട്ട് നടക്കുന്നു, പിന്നെ അതുപോലെ ബസ് സ്റ്റോപ്പുകളിലൊക്കെ പോയി ഇരുന്ന് കൊന്ത ചൊല്ലുന്നു, സ്ട്രീറ്റിൽ പോയി യേശുവിനെ പ്രസംഗിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ടാസ്ക് ഓരോ ആഴ്ചയും ഓരോ ടാസ്ക് കൊടുക്കും. എനിക്ക് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ ഈ കുട്ടികൾ എന്നെ എഴുതി അറിയിക്കാറുണ്ട്. ആയിരക്കണക്കിന് വെബ്സൈറ്റിൽ, നമ്മുടെ വെബ്സൈറ്റിൽ കുറേ ഈ യൂത്തിൻ്റെ ടെസ്റ്റിമണികൾ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ അവർ യേശു രാജാധിരാജനാണ്, കർത്താവാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു സ്ഥലത്തൂടെ കുരിശും പിടിച്ച് നടക്കുമ്പോൾ അവിടെ നിന്ന് തിന്മകൾ മാറിപ്പോകുന്നു. അവരുടെ വീടുകളിലെ പ്രശ്നങ്ങൾ, ആങ്ങളെയൊക്കെ വിശ്വാസത്തിലില്ലാതിരുന്നവർ പെട്ടെന്ന് വിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു. അതായത് ഒരു വ്യക്തി യേശുവിൻ്റെ ഈ അധികാരത്തെ ഏറ്റു പറയുമ്പോൾ മഹോത്ഭുതങ്ങളാണ് നടക്കുന്നത്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. മഹോത്ഭുതങ്ങളാണ് ദൈവം ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും യേശുവിന് നൽകപ്പെട്ടിരിക്കുന്നു. എല്ലാ അധികാരവും. പിശാചിനല്ല അധികാരം. അതുകൊണ്ട് എന്തെന്നറിയാമോ? ദൈവത്തെ, യേശുവിനെ, ഈ യേശുവിൻ്റെ ഈ പരമാധിപത്യ ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് ഒരു വ്യക്തി കുടുംബത്തിലിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ അവിടെയുള്ള സാത്താൻ്റെ അടിത്തറ ഇളകും. ഈ ഒപ്പിച്ച് വിടാൻ വേണ്ടി ഇങ്ങനെ ഓടിച്ച് കടപടപടപടപട നന്മ മറിഞ്ഞ മറിയമേന്നൊക്കെ പറഞ്ഞങ്ങ് മറിഞ്ഞ് വീണ് ചൊല്ലുമ്പോൾ ഇതൊന്നും നടക്കില്ല. അതായത് അവിടെ ഇരുന്നിട്ട് ഞാൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ സന്ധ്യാപ്രാർത്ഥനയൊക്കെ അതൊക്കെ ഓരോ ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ 1.5 മണിക്കൂർ 2.5 മണിക്കൂറൊന്നും പ്രാർത്ഥനയ്ക്ക് എടുക്കണമെന്നില്ല. അത് 30 മിനിറ്റ് എടുത്തുള്ളെങ്കിലും അത് ചെയ്യുന്നത് നന്നായിട്ട് ചെയ്യണം. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത്. വള്ളി പുള്ളി വിടാതെ എല്ലാ പ്രാർത്ഥനയും ചൊല്ലി തീർത്തത് കൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്നത് ഒരു മാനസിക സമാധാനം മാത്രമാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? വള്ളി പുള്ളി വിടാതെ ഇങ്ങനെ വെപ്രാളത്തിലെല്ലാം ഇങ്ങനെ ചൊല്ലി മറിച്ചത് കൊണ്ട് നമുക്കുണ്ടാകുന്നത് ഒരു മാനസിക സമാധാനം മാത്രമാണ്. പ്രാർത്ഥന പവർ ആകണമെങ്കിൽ അതൊരാളുടെ വായിൽ നിന്ന് വന്നാൽ പോരാ, ചങ്കിൽ നിന്ന് വരണം. പ്രാർത്ഥന സാത്താൻ്റെ അടിത്തറ ഇളക്കണമെങ്കിൽ അതൊരാളുടെ വായിൽ നിന്ന് വന്നാൽ പോരാ, ചങ്കിൽ നിന്ന് വരണം. അപ്പം ഈ ചൊല്ലുന്നതേ അറിഞ്ഞ് ചൊല്ലണം. സമറിയാക്കാരോട് ഈശോ പറഞ്ഞു, നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു, ഞങ്ങളാകട്ടെ അറിയുന്നതിനെ ആരാധിക്കുന്നു. ഈ ആരാധിക്കുന്ന എന്നാന്നറിയണം. പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അനേകം ആളുകൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഭർത്താവിൻ്റെ ജീവിത പങ്കാളിയുടെ അവിശ്വസ്തത, ഇപ്പോൾ ഭാര്യയോ ഭർത്താവോ മറ്റൊരു ബന്ധത്തിലാണ്. അപ്പോൾ ഭർത്താവ് വേദനിച്ച് വരുന്ന, അല്ലെ ഭാര്യ വേദനിച്ച് വരുന്ന, അല്ലെ മക്കൾ വേദനിക്കുന്ന ഈ സമയത്ത് ഞാൻ ഒരുപാട് ആളുകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്, ഒരു സിമ്പിൾ പ്രയറാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പ്രാർത്ഥന ശ്രദ്ധിച്ച് കേട്ടോണം. ആറ്റം ബോംബാണിത്, ആറ്റം ബോംബ്. കേൾക്കുമ്പോൾ സിമ്പിളല്ലേ? പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയും, 101 തവണ ഇത് ചൊല്ലാൻ പറയും. 101 തവണ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് 10 പ്രാവശ്യം പിതാവിനും പുത്രനും ചൊല്ലിക്കഴിഞ്ഞിട്ട്, ഇപ്പോൾ ഒരാൾ ഭർത്താവിന് വേറൊരു ബന്ധമുണ്ട്, അല്ലെ ഭാര്യയ്ക്ക് വേറൊരു ബന്ധമുണ്ട്, കുടുംബം ആകപ്പാടെ ഉലഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്ന് ഈ ഭർത്താവ് ഡിവോഴ്സ് ചെയ്യാൻ നിൽക്കുകയാണ്, അല്ലെ ഭാര്യയെ കൊല്ലാൻ നിൽക്കുകയാണ്, അല്ലെ ഭാര്യ ഭർത്താവിനെ കൊല്ലാൻ നിൽക്കുകയാണ്. ഇങ്ങനൊരു അവസ്ഥയിലാണെങ്കിൽ ആര് പറഞ്ഞാലും കേൾക്കാത്തൊരവസ്ഥയിലാണ്. എനിക്കറിയാം, ഒരു മാർത്തോമൈറ്റ് കുടുംബം എൻ്റെ അടുത്ത് വന്നു. അവർ വന്നിട്ട് ആ അപ്പനും അമ്മയും കരഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നിന്നിട്ട് അവരെൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ മകള് ഇറങ്ങിപ്പോയി. 2-3 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, അതുങ്ങളെ ഇട്ടിട്ട് മകള് പോയി, വേറെ എവിടെ പോയി. ആര് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല, ആര് പറഞ്ഞിട്ടും തിരിച്ചു വരുന്നില്ല.
അപ്പോൾ അവരിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ കരുണയുടെ ജപമാല, കരുണ, കൊച്ചിന് വേണ്ടി കരുണയും ചൊല്ലണം. അപ്പോൾ അവർക്ക് മാർത്തോമാ സഭയിൽപ്പെട്ട അവർക്ക് കരുണക്കൊന്ത അറിയില്ല. അപ്പോൾ അവിടെ ഇരുന്ന് ഒരാൾ കരുണക്കൊന്ത പഠിപ്പിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ 101 തവണ പിതാവിനും പുത്രനും ചൊല്ലി. 10 പ്രാവശ്യം പിതാവിനും പുത്രനും, ശ്രദ്ധിച്ച് കേട്ടോണ്ട്, ഇത് നല്ല പ്രാർത്ഥനയാണ്. 10 പ്രാവശ്യം പിതാവിനും പുത്രനും ചൊല്ലിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കണം: പരിശുദ്ധാത്മാവേ, ഒരു കൊടുങ്കാറ്റായിട്ട് ഇന്ന ആളുടെ ഹൃദയത്തിലേക്ക് ആഞ്ഞടിച്ച് ആ തെറ്റായ ഇഷ്ടം എടുത്ത് കളയണേ. 1 മണിക്കൂറിൻ്റെ പ്രാർത്ഥനയൊന്നുമില്ല, കുഞ്ഞൊരു പ്രാർത്ഥന. വീണ്ടും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാ. നിങ്ങളറിയോ, ത്രിത്വൈക ദൈവത്തെ സിമ്പിളായിട്ട് ആരാധിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മ. ഇനി കുരിശ് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യം മുതൽ എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും എന്താണെന്നറിയോ, ഇത് ത്രിത്വത്തെ ഒരു വ്യക്തി മനസ്സറിഞ്ഞ് ആരാധിക്കുകയാണ്. എനിക്ക് തോന്നുന്നു പല വിശ്വാസികൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഈ കുത്ത് കാരണം. ഒരുപാട് കുത്ത് ഇങ്ങനെ അവസരത്തിലും കുത്തിയാൽ ഏത് ഹൃദയമുള്ളവന് ഹാർട്ട് അറ്റാക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഈ വാൽവൊക്കെ ഡാമേജ് ആവും ഇങ്ങനെ കുത്തി. അതായത് ഇത് ഞാൻ പറയും, നിങ്ങൾ 10 മണിക്കൂറൊന്നും സന്ധ്യാപ്രാർത്ഥന നടത്തണ്ട. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചാലും വേണ്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ഈ ചൊല്ലുന്ന വൃത്തിയായിട്ട് ചൊല്ല്, മനസ്സിലാക്കി ചൊല്ല്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അപ്പം അത് സ്തുതി പറഞ്ഞപ്പോൾ സ്തുതി പറയണം. അത് ഈ വായിന്ന് വരേണ്ടതല്ല, അത് ചങ്കയിന്ന് വരണം. സ്തുതി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇനി സന്ധ്യാപ്രാർത്ഥനയുടെ പകുതിയെ ചൊല്ലിയുള്ളൂ, മതി. അതിൻ്റെ പേര് നിങ്ങളെ കാതോലിക്ക ബാബ അറസ്റ്റ് ചെയ്യാനൊന്നും വരുന്നൊന്നുമില്ല. ഇപ്പം എല്ലാ പാട്ടും പാടിയില്ല, ഇനിയിപ്പോൾ എന്ത്, എല്ലാ പാട്ടും പാടിയില്ല, കുഴപ്പമൊന്നുമില്ല. 1 മണിക്കൂറായി ഇങ്ങനെ മര്യാദയ്ക്ക് നിർത്തി ചൊല്ലിയപ്പോൾ മതി. ആ 1 മണിക്കൂർ പകുതി പാട്ടേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല അല്ലേ? വെറുതെ ഈ ഷോ കാണിക്കുന്ന ഭക്തരായിട്ട് മാറാതെ അല്ലേ? അയ്യോ 1000 നന്മറിഞ്ഞതിന് ചൊല്ലാന്ന് പറഞ്ഞാൽ 999 ആയുള്ളൂ. മാതാവിന് എന്ത് തോന്നുമെന്തോ? മാതാവിനൊന്നും തോന്നില്ല. നീ എനക്കൊന്നും തോന്നായിരുന്നാൽ മതി. മാതാവിന് എന്നാ തോന്നുന്നു? മാതാവ് എണ്ണിക്കൊണ്ടിരിക്കുകയല്ലേ അവിടെ. നീ ഇങ്ങനെ പറയുന്നതല്ല, 990 ഒന്നുകൂടെ ചൊല്ലിയിട്ട് പോടാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് ഇരിക്കുകയല്ലേ അവിടെ. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ പ്രാർത്ഥനകൾ അത് ഹൃദയത്തിൽ നിന്ന് ചൊല്ലണം. അപ്പം നമ്മൾ എന്തറിയോ, ഒരു സ്ഥലത്ത് സാത്താൻ്റെ അധികാരം ഇല്ലാതാവണമെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ പായ ഉണ്ടോ? ഒരെണ്ണം വാങ്ങണം. മനസ്സിലായോ? കുരുമുളക് ഉണക്കാൻ ഇടുന്നതും ഗ്രാമ്പു ഉണക്കാൻ ഇടുന്നതുമായ പായയുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം ഒരു പായ. ഞാൻ UK ഒരു വീട്ടിൽ ചെന്നപ്പോൾ, അവിടെ ഞാൻ ഒരു ദിവസം താമസിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മൾ സന്ധ്യാപ്രാർത്ഥന നടത്താമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇതാ പ്രാർത്ഥനാ പായ. സന്തോഷമായല്ലോ, പ്രാർത്ഥന. ആ ഒരു പായ അവിടെ ഇങ്ങനെ നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഒരു പായൊക്കെ വാങ്ങിച്ച് വിമാനത്തെ കയറ്റി കൊണ്ടുപോയിരിക്കുകയാണ്. നമ്മുടെ ഈ നമ്മൾ സാധാരണ കാണുന്ന പായ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു പ്രാർത്ഥനാ പായ വിരിച്ച് അവിടെ അടങ്ങി ഒതുങ്ങി നിലത്തിരുന്ന് മര്യാദയ്ക്കിരുന്ന് അല്ലേ? ഈ മുട്ടുവേദനയൊക്കെ മാറാത്ത എന്തുകൊണ്ടാ? എപ്പോഴും കസേര ഇരിക്കുന്നുണ്ടാ. മറ്റേത് ഇന്ത്യൻ ക്ലോസറ്റായിരുന്നു, ഇപ്പം അതില്ല. വേണ്ട ഇപ്പം അതില്ല. മറ്റേത് അതുകൊണ്ട് മര്യാദക്കൊക്കെ കുത്തിയിരിക്കുകയായിരുന്നു. പോട്ട് ഓക്കെ. ഇപ്പം അതില്ല. മുട്ടുവേദന എല്ലാവർക്കും എന്താ പ്രശ്നം? മുട്ടിന് പ്രശ്നം. പിന്നെ ആകെ ഒന്ന് നിലത്ത് കുത്തിയിരിക്കുന്ന സമയമായിരുന്നു. ഈ വെല്ലമൊക്കെ അമ്മച്ചിമാർ അരിയുന്ന സമയത്ത് കൊരണ്ടി എന്ന് പറഞ്ഞൊരു യന്ത്രം ഉണ്ടായിരുന്നു. ഇപ്പം അതുണ്ടോ? ഉണ്ടോ? ഉണ്ട്, മറ്റേ അലമാരിയിൽ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം എല്ലാവരും കസേരയിലാണ് ഇരിപ്പ് അല്ലേ? കസേരയിൽ ഇരുന്നിരുന്ന് നിലത്തിരിപ്പില്ല. വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ആദ്യമൊക്കെ ഇത്തിരി പാടാണ്, നിലത്തിരിക്കണം. നിലത്ത് ആദ്യമൊക്കെ ഇത്തിരി പ്രയാസമാണ്. ഇനി വയ്യാത്തവരൊന്നും ഇനി നിലത്തിരുന്നിട്ട് ആംബുലൻസ് വിളിക്കേണ്ട അവസ്ഥയൊന്നും വരുത്തരുത്. ഞാൻ പറയുന്നത് ചെറുപ്പക്കാരൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്നെ, നിലത്തിരുന്ന് പഠിക്കണം. ഇപ്പോഴേ ആഴ്ചയിൽ ഒരിക്കൽ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കണം. വെറുതെ നിലത്തിരുന്ന്. മനസ്സിലായോ? ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാം. ഞാൻ സ്റ്റേജിലോട്ട് വിളിച്ചിട്ട് ഒന്ന് കുത്തിയിരുന്ന് ഇലയിട്ട് തരാം, ഒന്ന് കഴിച്ച് കാണിക്കാവോ? 100 എണ്ണത്തെ വിളിച്ചാൽ 98-നും പറ്റത്തില്ല. അതിന് കൊച്ചിനും പറ്റത്തില്ല, വലുതിനും പറ്റത്തില്ല. കാരണം എന്താ അറിയാം, നമുക്ക് ഇരുന്ന് ശീലമില്ല.
അപ്പോൾ വൈകിട്ട് ഒരു പ്രാർത്ഥനാ പായൊക്കെ വിരിച്ചിട്ട് നിലത്തിരുന്നിട്ട് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ ഒരു അധികാരമുണ്ട്. മാമോദീസ മുങ്ങിയവന് യേശുവിൻ്റെ ഒരു അധികാരമുണ്ട്. അവനിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥിക്കും. അങ്ങയുടെ രാജ്യം വരണം, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണം. കർത്താവേ, ദുഷ്ടൻ്റെ ഉപദ്രവത്തിന് കെണിയിൽ സംരക്ഷിക്കണം. കർത്താവേ, ഞങ്ങൾ പാപങ്ങൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ എന്നിട്ട് പറയുന്നത് എന്താ? എന്തുകൊണ്ടെന്നാൽ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പിശാചിന് അധികാരം ഇല്ലെന്നാണ് സ്വർഗസ്ഥനായ പിതാവയുടെ അവസാനത്തെ വാചകം. മനസ്സിലായോ? എന്തുകൊണ്ട് രാജ്യവും ശക്തി മഹത്വം ചോറായോ? മനസ്സിരുത്തി പ്രാർത്ഥിക്കണം. ഒരു സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലി നിക്കോളാസ് ഓഫ് ഫ്ലൂലി എന്ന് പറഞ്ഞ സ്വിറ്റ്സർലൻഡിൻ്റെ ഒരു വിശുദ്ധനുണ്ട്. ബ്രദർ നിക്കോളാസ് ക്ലാവൂസ് എന്ന അദ്ദേഹത്തിൻ്റെ ക്ലാവൂസ്. അദ്ദേഹം കറുത്ത മാതാവിൻ്റെ ഗ്രോട്ടോയിലേക്ക് പരിശുദ്ധാത്മാവ് കൊടുത്തൊരു പ്രേരണ അനുസരിച്ച് കാൽനടയായിട്ട് യാത്ര ചെയ്യും. യാത്ര ചെയ്യുന്ന സമയത്ത് കിലോമീറ്ററുകൾ, ദിവസങ്ങളും മാസങ്ങളും ആഴ്ചകളും നീണ്ട ആ യാത്രയിൽ ഒറ്റ പ്രാർത്ഥനയെ ചൊല്ലിയുള്ളൂ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ഇത് മാത്രം, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം. ഇനി വായിക്കാം മത്തായി 28:18. വായിച്ചേ, മത്തായി 28:18. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ ഭൂമിക്കകത്ത് അഞ്ചൽ വരുമോ? ഈ പറഞ്ഞ ഭൂമിക്കകത്ത് വരുമല്ലോ. അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന വീട്, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം, നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്ഥലം, നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ജോലി ചെയ്യുന്ന സ്ഥലം, സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ് യേശു. ഇത് വിശ്വസിക്കണം. എൻ്റെ വീട്, ഇപ്പം നിങ്ങൾ വിചാരിക്കണം ആ വീട്ടിൽ കയറിയ പിന്നെ ഒരു ഐശ്വര്യമില്ല. ചിലപ്പോൾ അത് ശരിയായിരിക്കും. അവിടെ ഇരിക്കണം. അവിടെ ഇരുന്നിട്ട് യേശുവിൻ്റെ അധികാരം ആ വീട്ടിൽ വരുവാൻ നിങ്ങൾ മനസ്സറിഞ്ഞ് അവിടെ ഇരുന്ന് ഒരച്ഛനെ വിളിക്കണ്ട, ഒരു പ്രാർത്ഥനക്കാരനും വരണ്ട. അവിടെ ഇരുന്ന് നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ, മാമോദീസ മുങ്ങിയവൻ പുരോഹിതനാണ്. ആണോ? പുരോഹിതനാണ്. രാജകീയ പുരോഹിത ഗണത്തിൻ്റെ ഭാഗമാണ്. ആ പുരോഹിതൻ തൻ്റെ പൗരോഹിത്യ അധികാരത്തിൽ അവിടെ ഇരുന്ന് തൻ്റെ ദൈവത്തെ ആരാധിച്ചാൽ അവിടെ സാത്താൻ്റെ അടിത്തറ ഇളകും. നിങ്ങൾ ഒരു പെരുന്നാൾ നടത്തുമ്പോൾ പിശാചിന് നരകത്തിൽ ചിരിയാണ്. കാരണം അവന് 10 പേരെ കൂടെ കിട്ടും പെരുന്നാൾ കഴിയുമ്പോൾ. എന്നാൽ നിങ്ങളൊരു പ്രാർത്ഥനാപായ വിരിക്കുമ്പോൾ സാത്താൻ്റെ സാമ്രാജ്യം കിടുങ്ങി വിറയ്ക്കും. അവനറിയാം അവൻ്റെ അധികാരം അവിടെ ഇല്ലാതാവും. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അടുത്ത വാക്യം, ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജനതകളുടെ അടുത്തേക്കും പോകാൻ നിങ്ങൾക്ക് ഭയം വേണ്ട. കോറിന്തിൽ പൗലോസ് അപ്പോസ്തലൻ ആഥൻസിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ട് കോറിന്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കോറിന്തിൽ വെച്ച് ആ രാത്രിയിൽ ദൈവമായ കർത്താവ് പൗലോസ് അപ്പോസ്തലന് പ്രത്യക്ഷമായി അരുളി ചെയ്തു, നീ ഭയപ്പെടരുത്, ഈ നാട്ടിൽ എനിക്ക് കുറെ അധികം ആളുകളുണ്ട്, നീ ഭയപ്പെടരുത്, എൻ്റെ രാജ്യം ഇവിടെയുണ്ട്, എൻ്റെ സാമ്രാജ്യം. നിങ്ങളായിരിക്കണം, സുവിശേഷം പ്രസംഗിക്കപ്പെട്ടിട്ടില്ല. അപ്പസ്തോലൻ സുവിശേഷകൻ കാലുകുത്തിയിട്ടേ ഉള്ളൂ. യേശു പറയുകയാണ്, ഇതെൻ്റെ രാജ്യമാണ്. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടണം. നമുക്ക് ദൈവം തന്നിട്ടുള്ള സൗഭാഗ്യങ്ങൾ ഓരോന്നോരോന്ന് തിരിച്ചറിഞ്ഞ് അതിൽ ആഴപ്പെടുമ്പോൾ, ഈ വിശ്വാസം ആഴപ്പെടുമ്പോൾ, യേശു പറഞ്ഞില്ലേ, ശിമയോൻ സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശ്വാസം കൊണ്ട് ഒറ്റ കൺസേണേ ഉണ്ടാകാവൂ, കർത്താവേ അനുദിനം എൻ്റെ വിശ്വാസം വളർത്തി 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 വലുതാക്കി തരണം. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ഇവിടെയാണ് മനുഷ്യന് ഭയമില്ലാതായി മാറുന്നത്. വായിക്കാം, അതുകൊണ്ട് ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ, യുഗാന്തം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് നമ്മൾ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ യേശു നമ്മുടെ കൂടെ കാണുമെന്ന്. നമ്മൾ അവിടെ ഒരു സാക്ഷിയായിട്ട് ജീവിക്കുമ്പോൾ
നിങ്ങൾ ആ ദേശത്ത് കർത്താവിനെ ആരാധിച്ച് വഴക്കും ബഹളം ഉണ്ടാക്കാതെ ദൈവത്തെ ആരാധിച്ച് ജീവിക്കുമ്പോൾ, നിങ്ങൾ ആ ദേശത്തൊരു സാക്ഷിയായിട്ട് ജീവിക്കുമ്പോൾ യേശു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് അവിടെ, ഞങ്ങൾ താമസിക്കുന്നതിന് തൊട്ടടുത്ത് അവിടെ ഒരു കോളനിയിൽ കുറേ മക്കൾ ഈശോയെ ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, ഇവിടെയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കൊക്കെ വരുന്ന സഹോദരങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഇവരുടെ വീടുകളിൽ ചെന്നിട്ട്, ഇറങ്ങിപ്പോ എന്ന് പറയുന്ന വീടുകളിൽ ഒഴിച്ച് ബാക്കി എല്ലാ വീട്ടിലും ചെന്നിട്ട് യേശുവിനെ കുറിച്ച് പറയും, എന്നിട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ ഓരോ ആഴ്ച ഇവർ വരാൻ വേണ്ടി നോക്കിയിരിക്കും, വന്നില്ലെങ്കിൽ എന്താ വരാത്തതെന്നൊക്കെ വിഷമം പറയും. എന്നിട്ട് വൈകുന്നേരം, ഞായറാഴ്ച വൈകുന്നേരം ആകുമ്പോൾ മൗണ്ട് കാർമലിൽ ഇങ്ങനെയുള്ള ഞങ്ങളുടെ അയൽവക്കക്കാരായ പല ജാതിയിലും മതത്തിലും പെട്ട ആളുകളുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്. എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 2 മുതൽ 4 വരെ. അപ്പോൾ ഉച്ചയ്ക്ക് ഈ പ്രാർത്ഥനയ്ക്ക് അവർ വരും, പ്രാർത്ഥിക്കും. ഞാനുള്ള സമയത്ത് ഞാൻ പോവും, അല്ലെങ്കിൽ അവിടെ അച്ഛന്മാർ ആ പ്രാർത്ഥന നടത്തും. അങ്ങനെയാണ് ആ ശുശ്രൂഷ നടക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ചേട്ടൻ, ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടനാണ്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭയങ്കര രോഗം മൂർച്ഛിച്ച് മെഡിക്കൽ കോളേജിൽ ICUവിലായ സമയത്ത് ഈ ചേട്ടൻ ഇങ്ങനെ, അതിനു മുമ്പ് തന്നെ ഈ ചേട്ടൻ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിച്ചു. ചേട്ടനും ചേച്ചിയും യേശുവിനെ യേശുവിനോടാണ് പ്രാർത്ഥിക്കുന്നത്. യേശുവിനോടല്ലാതെ വേറെ ആരോടും പ്രാർത്ഥനയില്ല. എല്ലാ ദിവസവും രാവിലെ ധ്യാനകേന്ദ്രത്തിൽ വരും, പ്രാർത്ഥിക്കും, പിന്നാണ് ഓട്ടോറിക്ഷ ഓടാൻ പോകുന്നത്. അങ്ങനെയാണ് ആ ചേട്ടൻ. അപ്പം ഇങ്ങനെ രോഗം മൂർച്ഛിച്ച് പലതവണ നമ്മൾ തന്നെ ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് അവിടുന്ന്. പിന്നെ ഈ തവണ അദ്ദേഹത്തിൻ്റെ രോഗം മൂർച്ഛിച്ച് ICUവിലായി. അപ്പോൾ അവിടെ കിടന്നിട്ട് അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഏത് സമയത്തും മരിക്കും. കാരണം അങ്ങനെയാണ്, ദേഹമെല്ലാം നീര് കെട്ടി, ഭയങ്കര ബ്ലീഡിങ്, ആ തോർത്ത് കണക്കിന് ഇങ്ങനെ രക്തം ഇങ്ങനെ അവർ ഓരോ തുണി കൊടുക്കും, അത് മുഴുവൻ ബ്ലഡ്, അങ്ങനെയാണ്, ഇങ്ങനെ കറാന്നിരിക്കുകയാണ് ബ്ലഡ്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ ധ്യാനകേന്ദ്രത്തിൽ നമുക്ക് വന്ന് പരിചയമുള്ള ഒരു ജോലിക്കാരിയുണ്ട്. അപ്പോൾ ഞാൻ ആ സഹോദരിയെ വിളിച്ചിട്ട് അവരോട് പറഞ്ഞു, നമുക്ക് നമ്മുടെ അയൽവക്കക്കാരൻ ചേട്ടനാണ്, ഒന്ന് നന്നായിട്ടൊന്ന് നോക്കണം, അന്വേഷിച്ചിട്ട് എന്നോട് വിവരം പറയാൻ പറഞ്ഞു. അപ്പോൾ ആ സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ ഒരു പ്രതീക്ഷയും വേണ്ട, മരിച്ചു എന്ന് കൂട്ടിക്കോ, ഇനിയിപ്പോൾ അത്രേ ഉള്ളൂ, ഒരു മരിക്കാൻ ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ചേട്ടൻ കിടക്കെ കിടന്നുകൊണ്ട് ബോധം വരുമ്പോഴെല്ലാം പറയുന്നുണ്ട്, എനിക്ക് ഡാനിലച്ചനെ കാണണം. അപ്പോൾ നമുക്കവിടെ താമസിച്ചുള്ളൊരു ധ്യാനം നടക്കുകയാണ്. ഞങ്ങൾ അതിനിടയിൽ ഞാനും ആദർശച്ചനും ജോൺ പോൾ ബ്രദറും കൂടി, ഞങ്ങൾ 3 പേരും കൂടെ മെഡിക്കൽ കോളേജിലേക്ക് പോയി. മെഡിക്കൽ കോളേജിൽ ചെന്ന് ഈ ലോക ഇട്ടൊക്കെ ചെന്നാൽ കയറാൻ വലിയ പാടാണ്. അപ്പോൾ അവിടെ വാതിക്കെ ഇങ്ങനെ വെയിലത്ത് വായി നോക്കിയിരിക്കുകയാണ്, കയറ്റി വിടണ്ടേ. പിന്നെ കൈയും കാലും പിടിച്ച് ഇങ്ങനെ പറഞ്ഞ് അവസാനം കയറ്റി വിട്ടു. ഒരാളെ കയറ്റി, 2 പേരെ കയറ്റി, പിന്നെ 3, അപ്പോഴത്തേന് തന്നെ ഉച്ചയായി, രാവിലെ പോയതാ. എന്നിട്ട് അവിടെ ചെന്ന് പിന്നെ ICUവിൻ്റെ വാതിക്കെ നിൽക്കുകയാണ്, കയറ്റി വിടണ്ടേ. അങ്ങനെ അവസാനം വരുന്ന നഴ്സുമാരോടെല്ലാം പറഞ്ഞ്, പ്ലീസ് കഷ്ടമുണ്ട്, ഒന്ന് കയറിക്കോട്ടെ, ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് കയറിക്കോട്ടെ. അപ്പോൾ ചേട്ടൻ അവസാനത്തെ ഒരു ആഗ്രഹം പറഞ്ഞാണ് എന്നൊക്കെ പറഞ്ഞ് അവസാനം ഏതായാലും കയറ്റി വിട്ടു. അപ്പം ഞാൻ ആദ്യം കയറി പ്രാർത്ഥിച്ചു, 2ാമത് ആദർശച്ചൻ കയറി പ്രാർത്ഥിച്ചു, 3ാമത് ജോൺ പോൾ കയറി പ്രാർത്ഥിച്ചു. ഞങ്ങൾ തിരിച്ച് ഇറങ്ങി പോരുന്നു. അപ്പോൾ അവിടെയൊക്കെയുള്ള കുറേ രോഗികൾ അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കും വിളിച്ചു. അങ്ങനെ വാർഡുകളെല്ലാം കയറി ഇറങ്ങി ഞങ്ങളൊരു സമയമായി അങ്ങ് തിരിച്ച് ചെന്നപ്പോഴത്തേന്. ഏതായാലും ഞാൻ പറയട്ടെ, ഒരു 2 ദിവസത്തിനുള്ളിൽ ഈ ചേട്ടനെ ICUവിൽ നിന്ന് ഇറക്കി വാർഡിലേക്ക് മാറ്റി. ഒരു 4 ദിവസത്തിനുള്ളിൽ ഈ ചേട്ടൻ പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ച് വീട്ടിലേക്ക് വരികയും ചെയ്തു. വീട്ടിലേക്ക് വന്ന് ഇപ്പം നല്ല ഭയങ്കര ജിമ്മനായിട്ട് നടക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ആളെ മൊത്തം അങ്ങ് മാറി. ഞാൻ പറയാൻ വന്നത് അത്ഭുതം നടന്നതിനെക്കുറിച്ചല്ല. അപ്പം എനിക്ക് ഒരു വിദേശ യാത്രയുണ്ടായിരുന്നു. അവിടേക്ക് പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് ധ്യാനകേന്ദ്രത്തിൽ ആൾ പറഞ്ഞു, അച്ഛാ ഈ ചേട്ടൻ അച്ഛനെ കാണണമെന്നൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ എന്തായാലും ഒരു യാത്ര പോകുമല്ലേ, ഇനിയിപ്പോൾ ഈ ചേട്ടൻ വീട്ടിലാണ്, വയ്യാതിരിക്കാൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട്. പിന്നെ അന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അച്ഛൻ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്കിന്ന് വൈകിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ രാത്രിയിൽ ആ കോളനിയിൽ ചേട്ടനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ ഈ മനുഷ്യ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് അങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പോൾ കട്ടിലിരിക്കുകയാണ്. നേരത്തെ അവിടെ കണ്ടിങ്ങനെ ബോധമില്ലാതെ കിടന്ന ആളല്ല, ഇപ്പോൾ ഉണ്ട്. അപ്പം ഞാൻ ചെന്നപ്പോൾ ഈ ആശുപത്രി മെഡിക്കൽ കോളേജിൽ ചെന്നിട്ട് ഈ ചേട്ടനോട് ഞാൻ, ചേട്ടാ ആരാന്ന് മനസ്സിലായോ? ഡാനിലച്ച. അച്ഛൻ ചോദിച്ചു, ആദർശൻ ചോദിച്ചപ്പോൾ ആദർശനെ മനസ്സിലായി, ജോൺ പോളിനെ മനസ്സിലായി. ഞങ്ങളെല്ലാം നല്ലപോലെ അറിയാവുന്ന ആളാണിത്. അപ്പം ഞാൻ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറയാണ്, അച്ഛാ എനിക്ക് ഭയങ്കര സങ്കടം അച്ഛാ ഇപ്പം. ഞാൻ പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല അച്ഛാ. ഞാൻ പറഞ്ഞു എന്ത്? അപ്പോൾ അതേ എൻ്റെ അടുത്ത് പറയുകയാണ്, അച്ഛാ നിങ്ങൾ 4 പേരല്ലേ അച്ഛാ വന്നേ?
ഡാനിയൽ അച്ഛൻ, ആദർശ് അച്ഛൻ, ജോൺ പോൾ ബ്രദർ. നാലാമത് വന്ന ആരാച്ച. അപ്പോൾ ഈ ചേച്ചി അവിടെ നിന്ന് പറയുകയാണ്, എൻ്റെ പൊന്നി ഏട്ടാ 3 പേരാ വന്നത്. അല്ലേ, ഞാൻ അച്ഛനോട് ചോദിക്കും, അച്ഛാ എത്ര പേരാ അച്ഛാ വന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ, ആദർശ് അച്ഛൻ, ജോൺ പോൾ, 3 പേരാ വന്നേ. അച്ഛനും കൂടെ അങ്ങനെ പറയല്ലേ അച്ഛൻ, ഭയങ്കര കരച്ചില്. അച്ഛനും കൂടെ അങ്ങനെ പറയല്ലേ അച്ഛാ നിങ്ങൾ 4 പേരല്ലേ അച്ഛാ വന്നേ, 4ാമത് വന്ന ആരാച്ച, ലോകയിട്ട് 4ാമത് ആരാച്ച വന്നേ. ഞാൻ നിങ്ങളോട് ഇനി എടുത്ത് പറയണ്ടല്ലോ 4ാമത് ആരാ വന്നേന്ന്. ഞാൻ പോയി പ്രാർത്ഥിച്ചു, ചേട്ടൻ പഴയ പോലെ. ആദർശച്ചൻ പോയി പ്രാർത്ഥിച്ചു, ചേട്ടൻ പഴയ പോലെ. ജോൺ പോൾ പോയി പ്രാർത്ഥിച്ചു, ചേട്ടൻ പഴയ പോലെ. 4ാമതൊരാൾ ലോഹയിട്ട് പോയി പ്രാർത്ഥിച്ചു, ചേട്ടൻ സുഖപ്പെട്ടു. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലായോ? യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും, കൂടെ. അത് ഈ മെഡിക്കൽ കോളേജിൽ ICUവിൽ മരണം കാത്ത് കിടന്നവന് കാണാൻ പറ്റി, 4ാമത്തവൻ. അപ്പം അതുകൊണ്ട് ഈ അധികാരമുള്ള യേശു നമ്മുടെ കൂടെ ഉണ്ടെന്നായി പറയുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി സകല ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. നിങ്ങളോട് ഞാൻ കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്തം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാവോ? അതായത് ഈ കൺവെൻഷന് നമ്മൾ പ്രാർത്ഥിക്കുന്ന രക്ഷ, നമുക്ക് യേശു തന്ന രക്ഷയുടെ വിവിധ മാനങ്ങൾ നമ്മൾ കാണുകയാണ്. യേശു നമുക്ക് വേണ്ടി കുരിശിൽ സമ്പാദിച്ചു തന്ന രക്ഷയുടെ വിവിധ തലങ്ങൾ നമ്മളിലൊരു ബോധ്യമാവാനാണ് പരിശുദ്ധാത്മാവ് ഈ കൺവെൻഷനിൽ നമ്മളോട് വിവിധങ്ങളായ വചനങ്ങളിലൂടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ദേശത്ത്, ഈ മലയോര പ്രദേശത്ത് കർത്താവിൻ്റെ രക്ഷ അതിൻ്റെ ഗൗരവമായ അർത്ഥത്തിൽ അനുഭവിക്കുന്ന ഒരു ജനത ഉയർത്തെഴുന്നേറ്റാൽ ഈ ദേശം ദൈവരാജ്യത്തിൻ്റെ ശക്തി കൊണ്ട് നിറയും. ഓരോ ഇടവകയിലും പല പോക്കറ്റുകളിൽ നിന്നായി, ഓരോ ഇടവകയിൽ നിന്നായി വചനം കേൾക്കാൻ വന്നിരിക്കുന്ന ഒരു ജനത കർത്താവിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടാൽ ആ ദേശങ്ങളിൽ ദൈവത്തിൻ്റെ അപരിമയമായ മഹത്വവും ശക്തിയും വെളിപ്പെടുകയും അനേകർ യേശുവിനെ രക്ഷകനും നാഥനും ദൈവവും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾക്ക് എന്നെ ശ്രദ്ധിക്കാവോ? 1 സെക്കൻഡ് എന്നെ നോക്കാവോ? അതായത് ഇന്ന് മാനസാന്തരങ്ങൾ നടക്കണമെങ്കിൽ, ആളുകൾ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച് മാമോദീസ മുങ്ങണമെങ്കിൽ അവിടെ ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രകടമായെങ്കിൽ മാത്രമേ സംഭവിക്കൂ, അല്ലെങ്കിൽ സംഭവിക്കില്ല. മാനസാന്തരങ്ങൾ സംഭവിക്കും. ഞാൻ ഒരു കൊച്ചു എനിക്ക് പള്ളിയുണ്ട്, എനിക്കൊരു ചെറിയ പള്ളിയുണ്ട്, 3 പള്ളിയുണ്ട്. ഒരു പള്ളിയാണ് പ്രധാനമായിട്ടും ഞാൻ നോക്കുന്നത്. ആ കുഞ്ഞു പള്ളിയിൽ കുറച്ച് പേരേ ഉള്ളൂ. ഞാൻ അവരോട് ഓരോ ഞായറാഴ്ചയും പലതവണ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളിങ്ങനെ 20 കുടുംബമായിട്ട് ഇരിക്കാനല്ല ദൈവം പള്ളിയൊക്കെ പണിഞ്ഞ് തന്നിരിക്കുന്നത്. ഇവിടെ അനേകർ വരണം, ഇവിടെ അനേകർ മാമോദീസ മുങ്ങണം, ഇവിടെ അനേകർ യേശുവിനെ രക്ഷകനും നാഥനുമായിട്ട് സ്വീകരിക്കണം. ഇത് കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ ഇന്നെനിക്ക് പള്ളി നിൽക്കാൻ സ്ഥലമില്ല. ഞായറാഴ്ച പള്ളി സ്ഥലമില്ല നിൽക്കാൻ. പലയിടങ്ങളിൽ നിന്നായി മനുഷ്യർ വരികയാണ്, മാമോദീസ സ്വീകരിക്കുകയാണ്, അവർ യേശുവിനെ സ്വീകരിക്കുകയാണ്. അവിടെ വന്നിട്ട് അവർ ആ പള്ളിയിലെ അംഗങ്ങളാവുകയാണ്. ആ പള്ളിയിൽ ഒരു എക്സാജറേഷനും ഇല്ല. ഇന്ന് ആ പള്ളിയിൽ ഞായറാഴ്ച നിൽക്കാൻ സ്ഥലമില്ല. ദൈവമഹത്വം ഇറങ്ങി വന്നാൽ മാനസാന്തരങ്ങളുണ്ടാവും. ഇവിടെ അയലോക്കത്തൊക്കെ അവിടെ ഇവിടെയൊക്കെ താമസിച്ചിരുന്നവർ പറയും, ഞങ്ങൾ ഇനി മുതൽ ഈ പള്ളി വരാൻ പോകാമെന്ന് പറയും. അത് സംഭവിക്കും. അത് എന്നറിയോ? ദൈവരാജ്യത്തിൻ്റെ ശക്തി പ്രകടമാണ്. ഞാൻ പറയുന്നത് അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചല്ല, മറിച്ച് ഒരു ജനത വിശ്വാസത്തിൽ ആഴപ്പെട്ടാൽ, ഒരു ജനതയുടെ വിശ്വാസം ഉണർന്നാൽ ആ വിശ്വാസത്താൽ ചുറ്റുമുള്ളവർ ആകർഷിക്കപ്പെടും. വർഷങ്ങളായിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ച് ജീവിക്കുന്നു. നമ്മുടെ ഉള്ള ആളുകളൂടെ പൊഴിഞ്ഞു പോകുന്നേ അല്ലാതെ പുതിയതായിട്ട് മെമ്പർഷിപ്പുകളൊന്നുമില്ല. എല്ലാവരുടെ കാര്യം ഞാൻ പറയുകയല്ല. പലയിടങ്ങളിലും എന്താ ഉള്ളതുകൂടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിലായിട്ട് പല പോക്കറ്റും അവിടെ ഇവിടെയും വേറെ പല കൂട്ടരും അവിടെ ഇവിടെയൊക്കെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയാ. ജനതയുടെ വിശ്വാസം ആഴപ്പെട്ടാൽ നമ്മൾ ആരാധിക്കുന്നത് എന്ത്, പ്രാർത്ഥിക്കുന്നത് എന്ത്, നമുക്ക് യേശു തന്ന രക്ഷ എന്താണ്, നമുക്കുള്ള അധികാരം എന്താണ്, നമുക്കുള്ള ശക്തി എന്താണ്, നമുക്ക് ദൈവം തന്ന സ്വാതന്ത്ര്യം എന്താണ്, നമുക്ക് പിശാചിൻ്റെ മേലുള്ള അധികാരം എന്താണ് എന്നൊക്കെ ഒരു ജനത തിരിച്ചറിഞ്ഞാൽ, ചേർച്ച് ഇൻ ക്രൈസിസ് എന്ന് പറഞ്ഞ റാൽഫ് മാർട്ടിൻ എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ എഴുതിയ പുസ്തകമുണ്ട്.
അതിനകത്ത് അദ്ദേഹം പറയുന്നത് കത്തോലിക്ക സഭ ഉറങ്ങിക്കിടക്കുന്ന ഒരു ജയൻ്റാണെന്നാണ്, ഒരു ഉറങ്ങിക്കിടക്കുന്ന രാക്ഷസനാണ് കത്തോലിക്ക സഭ. അദ്ദേഹം പറയാണ്, റാൽഫ് മാർട്ടിൻ അദ്ദേഹം പറയാണ്, കത്തോലിക്ക സഭ ഉറങ്ങിക്കിടക്കുന്ന ഒരു രാക്ഷസനാണ്, പക്ഷെ ഉറങ്ങിക്കിടക്കുക. അതായത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസത്തിൻ്റെ പവർ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അറിയാമെങ്കിൽ തന്നെ ആ രക്ഷയുടെ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രിയ മക്കളെ, കണ്ണടച്ചേ, ഇനി ആരെയും ശ്രദ്ധിക്കരുത്. കർത്താവിൻ്റെ സന്നിധിയിൽ ദൈവമേ ഞങ്ങൾക്ക് വെളിച്ചം തരണം, ബോധ്യം തരണം. ഞങ്ങളെ നിറച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചുള്ള ബോധ്യം തരണം. കരങ്ങൾ ഉയർത്തി ഹൃദയം തുറന്ന് ശക്തമായിട്ടൊരു 20 പേര് നിങ്ങളുടെ സ്വരം കേൾക്കട്ടെ. നന്നായിട്ട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് സകല അടിമത്ത ശക്തികളുടെ മേലും ഒരു ദൈവമകൾ വിജയം പ്രഖ്യാപിക്കുന്നതിൻ്റെ വിജയഭേരിയാണ്. വിജയിച്ചു വരുന്ന രാജാവിൻ്റെ വിജയഭേരിയാണ് ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ എന്ന് പറയുന്നത് ഞങ്ങൾ നിന്നെ പരാജയപ്പെടുത്തി എന്ന ആവേശത്തിലാണ് ദൈവമക്കൾ അത് പറയുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇരിക്കാം. അപ്പോൾ പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കാനാണ് ദൈവത്തിൻ്റെ പുത്രൻ പ്രത്യക്ഷനായത്. ഒരു വചനം വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ വാക്യം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. അവൻ തൻ്റെ 12 ശിഷ്യന്മാരെ വിളിച്ച് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കാനും എല്ലാ രോഗങ്ങളും വ്യാധികളും സുഖപ്പെടുത്താനും അവർക്ക് അധികാരം നൽകി. അതായത് അപ്പസ്തോലന്മാരെ യേശു അയക്കുമ്പോൾ അവർക്ക് കൊടുത്ത ആദ്യത്തെ അധികാരം ഇതാണ്. വായിക്കണമെന്നില്ല, ഇത് തന്നെയാണ് ലൂക്ക 9:1-2 വാക്യങ്ങൾ. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെയും മേൽ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനും രോഗികളെ സുഖപ്പെടുത്താനുമായി അവിടുന്ന് അവരെ അയച്ചു. ശ്രദ്ധിക്കുക, അതായത് കർത്താവിൻ്റെ ആത്മാവ് തിരുവചനത്തിൽ വെളിപ്പെടുത്തുകയാണ്. യേശു തൻ്റെ ശിഷ്യന്മാരെ അയക്കുമ്പോൾ അവർക്ക് ആദ്യമായി കൊടുത്ത അധികാരം സകല പിശാചുക്കളുടെ മേലുമുള്ള അധികാരമാണ്. ഇതെന്തിനാണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഓരോ പോക്കറ്റുകളിലും ഓരോ തുരുത്തുകളിലും ഓരോ സ്ഥലത്തും ഒരവകാശം ഇല്ലെങ്കിലും ചില അരൂപികൾ അവിടെ ആധിപത്യം ഉറപ്പിച്ച് അവിടെ ഇരിപ്പുണ്ടാവും. അതുകൊണ്ട് യേശു ഓരോ സ്ഥലത്തേക്ക് അപ്പസ്തോലന്മാരെ വിട്ടപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് ദേ ഒരു അധികാരം തന്നിരിക്കുകയാണ്, സകല പിശാചുക്കളുടെ മേലും നിങ്ങൾക്ക് അധികാരം. ഇതാണ് മാമോദീസ മുങ്ങിയവൻ്റെ മേൽ ദൈവം തന്നിരിക്കുന്ന അധികാരം. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊരു തകർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ മേൽ മാമോദീസ മുങ്ങിയവന് ഒരു അധികാരമുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സാത്താനെ ദൂരെ പോകുന്നൊന്നും പറയാനൊന്നും നിങ്ങൾ പോകണ്ട. അപ്പം അതിന് ദൂരം അങ്ങനെയൊന്നും നിങ്ങൾ എന്ത് ചെയ്യുക? ദൈവത്തെ ആരാധിക്കുക. ആരാധിക്കുമ്പോൾ അവൻ കൂട്ടം വിട്ടു പൊക്കോളും. കാരണം ദൈവത്തെ ആരാധിക്കുന്നത് അവന് സഹിക്കാൻ പറ്റത്തില്ല. പിശാചിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? അവൻ യേശുവിനെ ഒരു ഉയർന്ന മലയുടെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഈ ലോകത്തിൻ്റെ സർവ്വപ്രതാപങ്ങളും കാണിച്ചിട്ട് അവൻ ദൈവപുത്രനും രാജാവും നാഥനുമായ മിശിഹായോട് പോലും ആവശ്യപ്പെട്ടത്, നീ എന്നെ കുമ്പിട്ട് ആരാധിച്ചാൽ ഇത് ഞാൻ തരാം. പിശാചിന് എന്താ വേണ്ടേ? ആരാധന. പിശാചിന് ആരാധന കൊടുക്കാതിരുന്നാൽ, സത്യദൈവത്തെ ആരാധിച്ചാൽ അവൻ അവിടുന്ന് ഔട്ട്. നിങ്ങൾ ഒരു ബഹിഷ്കരണ പ്രാർത്ഥനയും ചൊല്ലണ്ടെന്ന്, ആരാധിക്കുക. ഒരച്ഛൻ ഇടവപ്പള്ളിയിൽ പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് അവിടെ ഇരുന്നാൽ ഒരു ഡെലിവറൻസ് പ്രയറും ചൊല്ലണ്ട, ഔട്ട്. സകല പിശാചും ഔട്ട്. പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായില്ലേ? അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പിന്നെ സകല കാര്യങ്ങളുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. കാരണം നീ അവിടെ ഇരുന്നാൽ മതി. ആരാധന, വർഷിപ്പ് എവിടുണ്ടോ അവിടെ വിടുതലാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അതായി പാടുന്ന ആരാധിക്കുമ്പോൾ വിടുതൽ എന്ന് പറയുന്നുണ്ട്. ആരാധിക്കുമ്പോഴാണ്, കുറെ വായിട്ടടിക്കുമ്പോഴല്ല, ആരാധിക്കുമ്പോൾ. എപ്പോഴും ഓർത്തിരിക്കണം. അതായത് ഇന്ന് പലരുടെയും ആരാധന എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടത് അറിയാത്തവൻ്റെ ആരാധനയാണ്. ദേ ഡോണ്ട് മീൻ ഇറ്റ്. അതായത് എൻ്റെ കർത്താവേ, നീ സകല അടിമത്തത്തിൽ നിന്നും എന്നെ വിടുവിച്ചു എന്ന് പറയുമ്പോൾ, ഇത് ബോധ്യപ്പെടാത്തവൻ ഇത് പറഞ്ഞാൽ ഇതിനകത്ത് ഒരു പവറും ഇല്ല. ഇത് വിശ്വസിക്കുന്നവൻ ഇത് പറയുമ്പോഴാണ് ഇതിൻ്റെ പവർ റിലീസ് ചെയ്യപ്പെടുന്നത്. ഇത് വിശ്വസിക്കുന്നവൻ, കർത്താവേ, സകല പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്നും നീ എന്നെ വിടുവിച്ചു, നീയാണ് രാജാവ്. വിശ്വസിക്കുന്നവൻ്റെ, രക്ഷ ഏറ്റെടുത്തവൻ്റെ ആരാധനയാണ് വിടുതലായിട്ട് മാറുന്നത്. അതുകൊണ്ട് അപ്പസ്തോലന്മാരെ അയച്ചപ്പോൾ സകല പിശാചുക്കളുടെ മേലും അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു.
അതോടൊപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രസംഗിക്കാനുമായി അവിടുന്ന് അവരെ അയച്ചു. ഒരു വചനം കൂടി വായിച്ചിട്ട് ആ ഭാഗം അവസാനിപ്പിക്കാം. 1 യോഹന്നാൻ 4:4. 1 യോഹന്നാൻ 4:4. ഇത് നിങ്ങൾ കാണാതെ പറയേണ്ട വചനമാണ്. എന്തെന്നാൽ നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ, ലോകത്തിൽ അവിടെ ഇവിടെയൊക്കെ ഓരോരുത്തന്മാരുണ്ട്, പക്ഷെ അവനേക്കാൾ നിങ്ങളുടെ ഉള്ളിലുള്ള രാജാധിരാജാവും കർത്താതി കർത്താവും. വെളിപാടിൽ നമ്മൾ വായിച്ചതാണ്. എന്താ വായിച്ചത്? അവൻ്റെ മേലങ്കയിലും തുടയിലും എഴുതപ്പെട്ടൊരു നാമമുണ്ട്, രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും. നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. അടുത്തത്, യേശു ഈ ലോകത്തിലേക്ക് വന്നു. ഇനി നമ്മൾ ഒരു ഓടാൻ പോവാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നിത്യജീവൻ നൽകാനാണ്, നമുക്ക് നിത്യജീവൻ നൽകാൻ. പെട്ടെന്ന് 2 വചനം വായിക്കാം. യോഹന്നാൻ 6:51. യോഹന്നാൻ 6:51. യേശു ലോകത്തിലേക്ക് വന്നത് നിത്യജീവൻ നൽകാനാണ്. പെട്ടെന്ന് വായിച്ച് ആരെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണം. യോഹന്നാൻ 6:51 വായിക്കാം. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. ശരീരം 54. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും. യോഹന്നാൻ 3:16. യോഹന്നാൻ 3:16. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിനായി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. പറഞ്ഞേ ഹല്ലേലൂയ. അടുത്തത് 7ാമത്തെ കാര്യം, യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് സകല ബന്ധനാവസ്ഥകളിൽ നിന്നും വിമോചനം നൽകാനാണ്. എല്ലാ ബന്ധനാവസ്ഥകളിൽ നിന്നും നമ്മളെ വിടുവിക്കാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ. ലൂക്കാ സുവിശേഷത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിൻ്റെ 18 മുതൽ വായിക്കാം. 18-19 വായിച്ചേ. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനവും അന്ധർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു. ഇതിൻ്റെ ഒരു പഴയ നിയമ ടെക്സ്റ്റാണ്, അതുകൊണ്ടൊന്ന് എടുക്കണം. യെശയ്യ 61:1-4 വരെ. മാനസിക രോഗങ്ങളാൽ ആരെങ്കിലും ക്ലേശിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് അനേകം പേരുടെ അനുഭവം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. മാനസിക രോഗം, ഡിപ്രഷൻ, അല്ലെങ്കിൽ സൈക്കാട്രിക് മരുന്നുകൾ എടുക്കുന്ന അവസ്ഥകൾ, അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര മരവിപ്പ്, സ്ട്രെസ്സ്, ആങ്സൈറ്റി, ഇത്തരം വിഷയങ്ങളുള്ള പല ആളുകളും ഈ വചനത്താൽ സുഖപ്പെട്ടിട്ടുണ്ട്. യെശയ്യ 61:1-4 വരെ. അതുപോലെ ഏതെങ്കിലും പൂർവിക ശാപങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കുടുംബങ്ങൾ തലമുറയായിട്ട് ചില ബന്ധനാവസ്ഥകൾ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വചനം വിശ്വസിക്കുകയും ഈ വചനം ആവർത്തിക്കുകയും ചെയ്താൽ വലിയ വിമോചനം ഉണ്ടാവും. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടൊരു വചനമാണ്. യെശയ്യ 61:1-4 വരെ എല്ലാവരും എടുത്ത് നിർത്തി ഉച്ചത്തി വായിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, പീഡിതരെ സദ്വാർത്ത അറിയിക്കുന്നതിന് അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും തടവുകാർക്ക് മോചനവും ബന്ധിതർക്ക് സ്വാതന്ത്ര്യവും പ്രഖ്യാപിക്കാനും കർത്താവിൻ്റെ കൃപാവത്സരവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാരദിനവും പ്രഘോഷിക്കാനും വിലപിക്കുന്നവർക്ക് സമാശ്വാസം നൽകാനും എന്നെ അയച്ചിരിക്കുന്നു. സിയോനിൽ വിലപിക്കുന്നവർ കർത്താവ് നട്ടുപിടിപ്പിച്ച നീതിയുടെ ഓക്കുമരങ്ങൾ എന്ന് വിളിക്കപ്പെടാനും അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കപ്പെടാനും വേണ്ടി. ഉറക്കെ വായിച്ചേ. അവർക്ക് വെണ്ണീറിന് പകരം പുഷ്പമാല്യം, വിലാപത്തിന് പകരം ആനന്ദത്തിൻ്റെ തൈലം, തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കിയും നൽകാൻ അവിടുന്ന് തന്നെ. കണ്ടോ, തളർന്ന മനസ്സ്, ഡിപ്രസ്ഡ് മൈൻഡ്, തളർന്ന മനസ്സ്, ഡിപ്രഷൻ, തളർന്ന മനസ്സുള്ളവർക്ക്. അതാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, അച്ഛാ, ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് പുറത്തുള്ളവർക്ക് ഒരു ധാരണയില്ല. അയാൾ എന്താ ചെയ്യാൻ പോണേന്ന് ഡിപ്രഷൻ്റെ
ഇൻറ്റൻസിറ്റിയിൽ ഒരാൾ അനുഭവിക്കുന്ന വേദന ഒരു മനുഷ്യനും അറിയില്ല എന്ന് പറഞ്ഞു. വെളിയിലുള്ള ഒരാൾക്ക് അത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞു. പാവം. എന്നാലും ചോദിക്കുക, നമുക്ക് വെളിയിൽ നിന്ന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്, നീ ഇങ്ങനെ ചടഞ്ഞിരിക്കുന്നത് എന്തിനാ, നിനക്കൊന്ന് മോൻ കഴിയും വന്നൂടെ, നിനക്ക് അവർക്ക് പറ്റില്ലെന്ന്. നീ എന്തെങ്കിലും അവരോട് മിണ്ടാൻ നടക്കുക, അവർക്ക് പറ്റുന്നില്ലെന്ന് മിണ്ടാൻ. തളർന്ന മനസ്സിന് പകരം സ്തുതിയുടെ മേലങ്കി. തളർന്ന മനസ്സിന് പകരം അവർ സ്തുതിച്ചോണ്ട് നടക്കണം. സ്തുതി എന്ന് പറഞ്ഞാൽ അവർക്ക് എപ്പോഴും ഹൃദയത്തിൽ യേശുവിൻ്റെ വിമോചനത്തിൻ്റെ ആഹ്ലാദം അവരുടെ അധരങ്ങളിലൂടെ സ്തുതികളായി പുറത്തു വന്നുകൊണ്ട് ഇരിക്കുന്നു. സ്തുതിയുടെ മേലങ്കിയും തരാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. പണ്ട് നശിച്ചു പോയവ അവർ വീണ്ടും നിർമ്മിക്കും, പൂർവ്വ അവശിഷ്ടങ്ങൾ ഉദ്ധരിക്കും, നശിപ്പിക്കപ്പെട്ട നഗരങ്ങൾ പുനരുദ്ധരിക്കും, തലമുറകളായി ഉണ്ടായ വിനാശങ്ങൾ അവർ പരിഹരിക്കും. തലമുറകളായി ഉണ്ടായ വിനാശം അവർ പരിഹരിക്കും, വിമോചനം നൽകാൻ. 8ാമത്തെ കാര്യം, യേശു ഈ ലോകത്തിലേക്ക് വന്നത് മോചനദ്രവ്യമായി മാറാൻ, അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ ഒരു മോചനദ്രവ്യം, റാൻസം, ഒരു മോചനദ്രവ്യമായി സമർപ്പിക്കാൻ. പെട്ടെന്ന് വായിക്കാം. മർക്കോസ് 10:45. എനിക്ക് ഇന്നെങ്കിലും ഇതൊന്ന് തീർക്കണം, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾ. വേഗം വായിക്കണം. മർക്കോസ് 10:45. വേഗം വായിക്കാം. ഉറക്കെ വായിച്ചു. കിട്ടിയവരങ്ങോട്ട് ഉറക്കെ വായിച്ച്. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ. അതായത് ഒരു കാര്യം വിശദീകരിക്കാൻ നേരമില്ല, ഒരു കാര്യം മാത്രം. ഞാൻ അനുഭവിക്കേണ്ട അടി യേശു അനുഭവിച്ചു, ഞാൻ അനുഭവിക്കേണ്ട കാരാഗ്രഹം യേശു അനുഭവിച്ചു, ഞാൻ അനുഭവിക്കേണ്ട കാരിരുമ്പാണികൾ യേശുവിൻ്റെ കരങ്ങളിൽ തറയ്ക്കപ്പെട്ടു, ഞാൻ അനുഭവിക്കേണ്ട അപമാനം യേശു പീലാത്തോസിൻ്റെ കോടതി മുറിയിൽ അനുഭവിച്ചു, ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ യേശു ചാട്ടവാറടിയിലൂടെ ഏറ്റുവാങ്ങി, ഞാൻ അനുഭവിക്കേണ്ട മരണം യേശു തൻ്റെ കുരിശിൽ എനിക്ക് പകരം മരിച്ച് ഏറ്റുവാങ്ങി. എനിക്ക് പകരം അവൻ തൻ്റെ ജീവനെ ഒരു മോചനദ്രവ്യമായി കൊടുത്ത് എന്നെ വീണ്ടെടുത്തു എന്നാണ് അതിൻ്റെ അർത്ഥം. പറഞ്ഞേ ഹല്ലേലൂയാ. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 13-14 തിരുവചനം. തീത്തോസ് 2-ാം അധ്യായം 13-14 തിരുവചനം. ടൈറ്റസ് 2:13 and 14 വായിക്കാം. അതേസമയം ഒരു കാര്യം ചെയ്തോ, 14 വായിച്ചേ. യേശുക്രിസ്തു 14 വായിക്ക്. തീത്തോസ് 2:14. യേശുക്രിസ്തു എല്ലാ തിന്മകളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കുന്നതിനും സൽപ്രവർത്തികൾ ചെയ്യുന്നതിൽ തീക്ഷ്ണതയുള്ളൊരു ജനതയെ തനിക്ക് വേണ്ടി ശുദ്ധീകരിക്കുന്നതിനുമായി നമ്മെ പ്രതി തന്നെ ബലിയർപ്പിച്ചു. നമുക്ക് വേണ്ടി അവൻ തന്നെ ബലിയർപ്പിച്ചു. അവൻ ഒരു മോചനദ്രവ്യമായി മാറി. 2 കൊരിന്തോസ് 5:21. 2 കൊരിന്തോസ് 5:21 കിട്ടിയവർ പെട്ടെന്ന് വായിച്ചോളുക. 2 കൊരിന്തോസ് 5:21 പെട്ടെന്ന് വായിക്കാം. എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി, നമുക്ക് പകരം പാപമാക്കി മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24 മുതൽ. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 12. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം, 12-ാം അധ്യായത്തിൻ്റെ യോഹന്നാൻ 12-ാം അധ്യായത്തിൻ്റെ 24 മുതൽ വായിക്കാമോ? സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും, അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. ഈ ലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്നവൻ നിത്യജീവനിലേക്ക് അതിനെ കാത്തു സൂക്ഷിക്കുന്നു. അതായത് ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നത് പോലെ യേശു തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി സമർപ്പിച്ച് നമ്മളെ ജീവനുള്ളവരാക്കി മാറ്റി. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. ഇനി മറ്റൊരു വചനം, എത്രാമത്തെയാണ്? 9-ാമത്തെ അല്ലേ? ഒരു വചനം വായിച്ചേ. അതായത് യേശു വന്നത് എല്ലാം പൂർത്തിയാക്കാനാണ് അവിടെ നിന്ന് വന്നത്. ആ വചനം ഒന്ന് വായിച്ചു പോയാൽ മതി. മത്തായി 5:17. മത്തായി 5:17. സകലവും പൂർത്തിയാക്കാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. മത്തായി 5:17 ഞാൻ വായിക്കാം. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ഇനി 10-ാമത്തെ കാര്യം, യേശു ഈ ലോകത്തിലേക്ക് വന്നത് ന്യായവിധിക്കായിട്ടാണ്.
യേശു ഈ ലോകത്തിലേക്ക് വന്നത് ന്യായവിധിക്കായിട്ടാണ്. അത് വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 39 മുതൽ. ജോൺ 19, യോഹന്നാൻ 19:39 മുതൽ. പെട്ടെന്ന് വായിക്കാം. സോറി, അതല്ല വചനമല്ല വായിക്കേണ്ടത്. 3-ാം അധ്യായത്തിൻ്റെ വായിക്കും. 3:19 എനിക്ക് പറഞ്ഞത് തെറ്റിയതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചേ. 3:19 എന്താണ്? ഇതാണ് ശിക്ഷാവിധി, പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അതായത് യേശു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ, ശ്രദ്ധിക്കണേ, യേശു ഈ ലോകത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ സ്വീകരിക്കാത്തതാണ് ന്യായവിധി. യേശുവിനെ തള്ളിപ്പറയുന്നതാണ് ന്യായവിധി. യേശുവിനെ ഏറ്റുപറയാത്തതാണ് ന്യായവിധി. കർത്താവ് പറയാണ്, പ്രകാശം ഈ ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യൻ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. യോഹന്നാൻ 9:39 വായിച്ചേ. യോഹന്നാൻ 9:39 യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായം വിധിക്കാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നിരിക്കുന്നത്. ന്യായം വിധിക്കാനാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഇനി യോഹന്നാൻ 3:36 വായിച്ചു പോയാൽ മതി കേട്ടോ, വിശദീകരണം ഇല്ല. യോഹന്നാൻ 3:36 വേഗം വായിച്ചു. യോഹന്നാൻ 3:36 പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല, ദൈവകോപം അവൻ്റെ മേൽ. അതായത് പുത്രനെ, യേശുവിനെ തള്ളിപ്പറയുന്നത് ന്യായവിധിയാണ്, ശിക്ഷാവിധിയാണ്. അതാണ് ആ പറഞ്ഞിരിക്കുന്ന വാചകത്തിൻ്റെ പൊരുൾ. പറയാവോ ഹല്ലേലൂയ? പറഞ്ഞേ ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 9:27-28. ഹെബ്രായർ 9:27-28. ഹെബ്രായ ലേഖനം 9. നിങ്ങൾ, ഞാൻ വേഗത്തിൽ വായിച്ചു പോകുന്നുണ്ട്, എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നോട്ട്ബുക്ക് ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ച് വെച്ചേര്. ഹെബ്രായ ലേഖനത്തിൻ്റെ 9:27 വായിക്കാം. മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി എന്ന് നിശ്ചയിക്കപ്പെടും. അതായത് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഓരോ മനുഷ്യനും മരിക്കുമ്പോൾ അവനൊരു വിധിയുണ്ട്. ആ വിധിയുടെ പേരാണ് തനത് വിധി, പർട്ടിക്കുലർ ജഡ്ജ്മെൻറ്റ്. തനത് വിധി, മരണസമയത്തൊരു വിധിയുണ്ട്. ആ വിധിയിൽ ഒരു വ്യക്തി ശിക്ഷിക്കപ്പെടുകയോ രക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ്. യേശുവിനെ സ്വീകരിക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തതിൻ്റെ വെളിച്ചത്തിലാണ് ന്യായവിധി. അപ്പം അതുകൊണ്ട് പറയുകയാണ്, മനുഷ്യൻ ഒരു പ്രാവശ്യം മരിക്കണം, അതിനുശേഷം വിധി. 2 കൊരിന്തോസ് 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനം. 2 കൊരിന്തോസ് 5-ാം അധ്യായം 10-ാമത്തെ തിരുവചനം പെട്ടെന്ന് വായിച്ചോളുക. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം വാങ്ങേണ്ടതിന് നാം എല്ലാവരും യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വരണം. യേശുക്രിസ്തുവിൻ്റെ ന്യായപീഠത്തിന് മുമ്പിൽ സകല ആളുകളും വരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് ലോകത്ത് മനുഷ്യൻ വലുതാണെന്ന് കരുതി ബഹുമാനിക്കുന്ന സകല ആളുകളും യേശു എന്ന രാജാവിൻ്റെ മുമ്പിൽ ഒരിക്കൽ ന്യായവിധിക്കായി വരേണ്ടതാണ്. അപ്പം അതുകൊണ്ട് സകലരും അവൻ്റെ മുമ്പിൽ ഒരിക്കൽ വിധി കൽപ്പിക്കപ്പെടുന്ന സമയത്ത് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇതിനോട് ചേർത്ത് വായിക്കാവുന്ന വചനമാണ് സഭാപ്രസംഗകൻ 12-ാം അധ്യായം 13-14 തിരുവചനം. സഭാപ്രസംഗകൻ എക്ലേസിയാസ്റ്റിക്കസ്, അതെ, സഭാപ്രസംഗകൻ വായിച്ചോ, കിട്ടിയവരും വായിച്ചോ. സഭാപ്രസംഗകൻ 12:13 വായിച്ചേ. പരിസമാപ്തി ഇതാണ് എന്ന് പറഞ്ഞാൽ എല്ലാറ്റിൻ്റെ അവസാനം ഇതാണ്. എല്ലാം കേട്ടുകഴിഞ്ഞത് തന്നെ ദൈവഭയമുള്ളവനായിരിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. മനുഷ്യൻ്റെ മുഴുവൻ കർത്തവ്യവും ഇത് തന്നെയാണ്. നല്ലതോ ചീത്തയോ ആയ ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. നല്ലതോ ചീത്തയോ ആയ
ഏത് നിഗൂഢ പ്രവൃത്തിയും ദൈവം ഒരിക്കൽ നീതിപീഠത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരും. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആരാണ് വിധിക്കാൻ പോകുന്നത്? യേശു. മനുഷ്യപുത്രനായതുകൊണ്ട്, യോഹന്നാന്റെ സുവിശേഷം പറയും, മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാനുള്ള അധികാരവും പിതാവ് അവന് നൽകിയിരിക്കുന്നു. സമയമില്ല എങ്കിലും ഞാൻ ഒരു കാര്യം പറയട്ടെ. അതായത് നമ്മളെ വിധിക്കാൻ പോകുന്നത് മനുഷ്യനായി അവതരിച്ച യേശു ആയിരിക്കും. എന്തിനാണ് പിതാവ് മനുഷ്യനായി അവതരിച്ച പുത്രനെ വിധിയേൽപ്പിച്ചെന്നറിയാമോ? ഒരു മനുഷ്യൻ ജീവിക്കുന്ന ജീവിതം മുഴുവൻ ഒരു മനുഷ്യൻ്റെ ശരീരത്തിൽ ജീവിച്ച് നമ്മുടെ ജീവിതാവസ്ഥകളിലൂടെ കടന്നുപോയ മനുഷ്യനായ യേശുവായിരിക്കും മനുഷ്യകുലത്തെ വിധിക്കാൻ പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് യേശു ഈ ലോകത്തിലേക്ക് വന്നത് വിധിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അടുത്തത് അത്ര രസമില്ലാത്ത കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ഭിന്നിപ്പിക്കാനാണ്. എന്തിനാ വന്നത്? ഭിന്നിപ്പിക്കാൻ. അപ്പോൾ അത് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 34 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കാം. മത്തായി 10-ാം അധ്യായം, മത്തായി 10-ാം അധ്യായത്തിൻ്റെ 34 മുതൽ. ഇപ്പോൾ കിട്ടിയ ഒരു പെട്ടെന്ന് അങ്ങോട്ട് വായിച്ചു. മാത്യു 10:34. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും. ഇങ്ങോട്ട് നോക്കിയേ. അതായത് ഒരു വശത്ത് പറഞ്ഞിരിക്കുകയാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് സമാധാനം തരാനാണ്. എഫേസോസ് 2:14 പറയാണ്, അവൻ നമ്മുടെ സമാധാനമാണ്. ഈശോ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുകയാണ്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു. ഉത്ഥാനം ചെയ്തിട്ട് ഈശോ പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം എന്നെല്ലാം പറഞ്ഞ് ഈശോ വേറൊരിടത്ത് പറയുകയാണ്, ഭൂമി ഞാൻ വന്നത് സമാധാനം കൊണ്ടുവരാനല്ല. സമാധാനം ആർക്ക്? ശ്രദ്ധിക്ക്, സമാധാനം യേശുവിനെ സ്വീകരിക്കുന്നവർക്ക്. സമാധാനം യേശുവിനെ സ്വീകരിക്കുന്നവർക്ക്. ഭിന്നത എവിടാന്നറിയാമോ? യേശുവിനെ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും തമ്മിൽ വേർപിരിയൽ അവിടാണ്, വിഭജനം അവിടാണ്. അവൻ വന്നത് വിഭജിപ്പിക്കാനാണ്. ആരെ? അവനെ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും. ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ വാള് വിഭജിക്കാനുള്ള, കട്ട്, വിഭജിക്കാൻ. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി. നേരം ഇല്ലെങ്കിലും വേണ്ടില്ല, ഇന്ന് ഞാൻ ഇത്തിരി സമയം എടുത്തോട്ടെ. ഇന്ന് ഇത്തിരി സമയം എടുത്തേ പറ്റൂ, ഇത് തീർത്തേ പറ്റൂ. ഇങ്ങോട്ട് നോക്കണേ. എൻ്റെ അടുത്ത് ഒരമ്മ നാളുകളായിട്ട്, എൻ്റെ അടുത്ത് മാത്രമല്ല സകലമാന പ്രാർത്ഥനക്കാരുടെ അടുത്തും പ്രാർത്ഥിക്കാത്ത എൻ്റെ അടുത്തും ഒരമ്മ മകനെക്കുറിച്ച് പറയാൻ വരുമായിരുന്നു. എന്നിട്ട് ഒരു പള്ളിയിൽ കൊണ്ടുവന്ന്, ആ കുരിശടി കൊണ്ടുവന്ന് വിളക്ക് നേർച്ച കൊടുക്കുകയാണ്. മകൻ ഭയങ്കര കള്ളുകൂടി എന്ന് പറഞ്ഞാൽ കള്ളുകൂടി കണ്ടുപിടിച്ചത് ഇവനാന്ന് തോന്നും. അത്രയും കള്ളുകൂടിയാണ്. കുടിച്ച് ജംഗ്ഷനിൽ കൊണ്ടുവന്ന് റോഡിൻ്റെ നടുക്ക് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോവുക. വലിയ MC റോഡ് നടുക്കൊണ്ട് വണ്ടി നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി ഇങ്ങനെ താക്കോലൊക്കെ ഇങ്ങനെ നീക്കിയ കള്ളു കുടിച്ചിട്ട്. ആർത്തി കാണിക്കാത്ത പരിപാടികളിൽ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ ഇങ്ങനെ പ്രാർത്ഥിച്ച് വിളക്ക് കൊടുത്ത് പ്രാർത്ഥിച്ച് അവിടെ പോയി എന്തെല്ലാം ചെയ്യും, അത് മുഴുവൻ ചെയ്ത് മകൻ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ അങ്ങേയറ്റത്ത് പോയൊരുത്തനാ. ഈ റബ്ബർ ബാൻഡ് വലിയുന്ന പോലെ വലിഞ്ഞ് അങ്ങേയറ്റത്ത് പോയവനാ. തിരിച്ചു വന്നപ്പോൾ ഉണ്ടല്ലോ ഇവൻ ഇങ്ങേറ്റത്ത് പോയി. നിങ്ങൾക്ക് പിടികിട്ടി ഞാൻ പറഞ്ഞത്? ഇവൻ എപ്പോഴും പ്രാർത്ഥന. വീട്ടിലിങ്ങനെ ബലിപീഠം പോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥന, മെറ്റിൽ വെച്ച് അതേ മുട്ടുകുത്തി പ്രാർത്ഥന, പിന്നെ സകല ധ്യാനം, കൺവെൻഷൻ. ഇപ്പം അമ്മ ഇവനെ പ്രായിക്കൊണ്ട് നടക്കുകയാണ്. നിന്നോട് ഞാൻ കുടി നിർത്താനല്ലേ പറഞ്ഞുള്ളൂ, നിന്നോട് ഇങ്ങനെ മാനസാന്തരപ്പെടാൻ ഞാൻ പറഞ്ഞോ? എന്നെ വിളിച്ചിട്ട് അമ്മ പറയാത്ത പറച്ചിലുകളില്ല. അച്ഛാ, എൻ്റെ അച്ഛാ, അവൻ താണ്ട് പ്രാന്തനെ പോലെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുക. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അമ്മയും ഈ മകനും തമ്മിൽ വിഭജനം ഉണ്ടാക്കാനാണ് യേശു വന്നത്. ഈ കള്ളക്രിസ്ത്യാനിയുടെ അകത്ത് കിടക്കുന്ന കള്ളത്തരമാണ്. എന്തെന്നറിയാമോ? മാനസാന്തരവും നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇവന് കുടി നിർത്തിയിട്ട് ഇവൻ കൊള്ള നടത്തി വീട് കോടീശ്വരൻ്റെ വീടാക്കണം.
അവൻ മാനസാന്തരപ്പെട്ടപ്പോഴേ റബ്ബർ ബാൻഡ് അങ്ങേറ്റത്ത് വലിഞ്ഞു പോയവൻ അങ്ങേറ്റത്ത് പോയി. അവൻ പോയിട്ട് സകല കള്ളത്തരവും നിർത്തിയിട്ട് അവൻ ദൈവത്തെ ആരാധിച്ച് മാന്യമായിട്ട് ജീവിച്ചപ്പോൾ തള്ളയ്ക്ക് അത് പിടിക്കത്തില്ല. നിങ്ങൾ പിടികിട്ടുന്നുണ്ടോ ഞാൻ പറയുന്നത്? അപ്പം കണ്ടോ, ഈ അമ്മയും മകനും തമ്മിൽ കുടിച്ചു നടന്ന കാലത്തെന്നതിനേക്കാൾ ഇപ്പോൾ ഒരു വിഭജനമുണ്ട്. ഇപ്പം മനസ്സിലായി നിങ്ങൾക്ക്? അതായത് കൊച്ച് 24 മണിക്കൂർ സിനിമയും കണ്ട്, സീരിയലും കണ്ട്, റീലും കണ്ട്, പിന്നെ അതെല്ലാം കണ്ട് ഇങ്ങനെ അമ്മ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു കിടന്ന് സിനിമയും കണ്ട് അങ്ങനെ കിടന്ന കൊച്ചിനെ നിർബന്ധിച്ച് യൂത്തിൻ്റെ ധ്യാനത്തിന് വിട്ടു. ആ കൊച്ചു വന്ന് യൂത്തിൻ്റെ ധ്യാനം കൂടിയിട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ ആരാധിച്ച് യേശുവിൻ്റെ സ്നേഹം അറിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ കോൺവെൻറ്റിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കൊച്ചിനെയും കൊല്ലണം, ധ്യാനിപ്പിച്ച് എന്നെയും കൊല്ലണം. നിങ്ങൾ പിടികിട്ടിയോ? ഈ മകളെയും ഈ അമ്മയും തമ്മിൽ വിഭജിപ്പിക്കാനാണ് യേശു വന്നത്. ഇപ്പം മനസ്സിലായി വിഭജനം എന്താന്ന്? അവസാനം ഇനി വായിച്ച്, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ കട്ടപ്പന ഭാഗത്ത് പോയപ്പോൾ അവള് നല്ല ജോലി ചെയ്യുന്നൊരു പെൺകുട്ടിയാണ്. അവൾ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എനിക്ക് സിസ്റ്റർ ആവണം. അപ്പോൾ ഞാൻ നല്ല ഇത്തിരി പ്രായമുള്ള എന്ന് പറഞ്ഞാൽ തീരെ കൊച്ചല്ല. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു 6 മാസം പ്രാർത്ഥിക്ക്. അപ്പോൾ എനിക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ അതിന് സിസ്റ്റർ ആവണം. വീട്ടിലാകെ ബഹളം. ഏതായാലും അത് പിടിച്ചു നിന്നു. ഇപ്പോൾ അത് അഭിഷേകാഗ്നി വട്ടാലച്ചൻ്റെ കൂടെ നല്ല മിടുക്കി സിസ്റ്ററായിട്ട് നിൽപ്പുണ്ട്. പിടിച്ചു നിന്നു. പറഞ്ഞേ ഹല്ലേലൂയാ. മനസ്സിലാവുന്നുണ്ടോ? വിഭജനം. കേരളത്തിൽ നല്ല അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യുന്നൊരു സിസ്റ്റർ റാങ്കുകാരിയാണ്. ഫസ്റ്റ് റാങ്കുകാരി പറഞ്ഞ് ഞാൻ മടത്തി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് കുഴഞ്ഞു വീണു. എന്നിട്ട് അപ്പനെ ആശുപത്രി കൊണ്ടുപോയി. മകള് ഐസിയുവിനകത്ത് അപ്പനെ കാണാൻ ചെന്നപ്പോൾ അപ്പൻ പറഞ്ഞു, നീ മടത്തി പോയാൽ, നീ സിസ്റ്ററാവും പോയാൽ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോകുമെന്ന് പറഞ്ഞു. മകള് പറഞ്ഞു, ചത്തുപോയാ നമുക്ക് സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു. മടത്തി പോകാമെന്ന് പറഞ്ഞു. ഈ അപ്പനെയും ഈ മകളെയും തമ്മിൽ വിഭജിപ്പിക്കാനാണ് യേശു വന്നത്. ഇപ്പോൾ പിടികിട്ടിയോ? അല്ലാതെ അയലോക്കക്കാരെ തമ്മിലടിപ്പിക്കാനല്ല. യേശുവിൻ്റെ പേരിൽ ഒരാൾ ജീവനും ജീവിതവും ബലി കൊടുക്കുമ്പോൾ എല്ലാവരും, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കുന്നവരെല്ലാം അവർക്കെതിരാവും. ഹല്ലേലൂയാ. വായിക്കാം, ഭൂമിയിൽ സമാധാനമാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. സമാധാനമല്ല, വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തെന്നാൽ ഒരുവനെ തൻ്റെ പിതാവിനെതിരായും മകളെ അമ്മയ്ക്കെതിരായും മരുമകളെ അമ്മായിമ്മയ്ക്കെതിരായും ഭിന്നിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ ദൈവത്തെ അറിഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളെ ആദ്യം ചാണകം വാരി എറിയാൻ പോണത് നിങ്ങളുടെ വീട്ടിലുള്ളവരായിരിക്കും. സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കും ഒരുവൻ്റെ ശത്രുക്കൾ. എന്നെക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ യേശു ഈ ലോകത്തിലേക്ക് വന്നത് വിഭജനം തരാൻ വേണ്ടിയിട്ട്. വിഭജനം. ലൂക്കായുടെ സുവിശേഷം ഒരു വചനം പെട്ടെന്ന് വായിച്ചു. ലൂക്ക 14:26. ലൂക്ക 14:26. മടുത്തോ? മടുത്താലും മടുത്തില്ലെന്നേ പറയാവേ. ലൂക്ക 14:26 വായിച്ച്. സ്വന്തം പിതാവിനെയും മാതാവിനെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും എന്നല്ല, സ്വജീവനെ തന്നെയും വെറുക്കാതെ എൻ്റെ അടുത്ത് വരുന്ന ആർക്കും എൻ്റെ ശിഷ്യനാവാൻ. ഇനി യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മുടെ ഹൃദയങ്ങളുടെ രാജാവായി വാഴാനാണ്. വായിക്കാം യെശയ്യാ പ്രവചനം 9-ാം അധ്യായം. യെശയ്യാ പ്രവചനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ നമ്മുടെ ഹൃദയങ്ങളുടെ രാജകുമാരനായി വാഴാനാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. 9-ാം അധ്യായം 6-ാം വാക്യം. എന്തെന്നാൽ നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. പത്രോസ് ലേഖ 1 പത്രോസ് 3-ാം അധ്യായത്തിൽ പറയും,
യേശുക്രിസ്തുവിനെ കർത്താവായി രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ പൂജിക്കണം. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. നല്ലൊരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന പറഞ്ഞു തരാം. ചെറിയൊരു പ്രാർത്ഥനയാണ്, ഇടയ്ക്കിടയ്ക്ക് പറയണം. നല്ല കൃപ കിട്ടും, നല്ല ദൈവസ്നേഹം കിട്ടും. പ്രാർത്ഥന ഇതാണ്: ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ചുമ്മാ പറഞ്ഞുകൊണ്ട് നടന്നു. ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോയെ, എൻ്റെ സ്നേഹരാജാവേ, ഞാൻ നിന്നെ. നമ്മുടെ ഹൃദയങ്ങളുടെ രാജാവായി വാഴാൻ അവിടുന്ന് കടന്നു. എത്ര എണ്ണമായി? 12. 13 യേശു ഈ ലോകത്തിലേക്ക് വന്നത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്താനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 തിരുവചനം. യോഹന്നാൻ 1:14-15 തിരുവചനം. യോഹന്നാൻ 1:14-15 കിട്ടിയവർ പെട്ടെന്ന് വായിച്ചേ. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. കൊള്ളാം, എഴുതുന്നുണ്ടോ? അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാത. ഈ ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്ന് നമുക്ക് വെളിപ്പെടുത്തി തരാം. ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്കത് ഒന്ന് മനസ്സിലൊരാശയമായിട്ട് വെച്ചിരിക്കുക. യേശു ഈ ലോകത്തിലേക്ക് വന്നത് 14. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. അതെല്ലാവരും എഴുതും. ഇതുവരെ എഴുതാത്ത ചേച്ചിയും ഷാളിൻ്റെ തുമ്പത്തെങ്കിൽ അത് എഴുതും. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമ്മളെ സമ്പന്നരാക്കാൻ വേണ്ടിയാണ്. 2 കൊരിന്തോസ് 8-ാം അധ്യായം 9-ാമത്തെ തിരുവചനം. 2 കൊരിന്തോസ് 8-ാം അധ്യായം 9-ാമത്തെ തിരുവചനം പെട്ടെന്ന് വായിച്ചോ. 2 കൊരിന്തോസ് 9:8 നമ്മുടെ കർത്താവ്. 2 കൊരിന്തോസ് 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തൻ്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഇത് ആത്മീയമായ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നതല്ല. ഈ ഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇത് ഭൗതിക സമ്പത്തിനെ കുറിച്ചുള്ള വചനമാണ്. അതായത് പൈസ ഇല്ലാത്തവർ ഈ വചനം ഏറ്റെടുത്തോ. നമ്മളെ അത്യാവശ്യ കാര്യങ്ങൾക്ക് പൈസയുള്ളവരാക്കാനാണ് യേശു ഒരു ദാരിദ്ര്യം പെട്ടവനായിട്ട് ജീവിച്ചത് എന്നാണ് ഈ വചനം പറഞ്ഞിരിക്കുന്നത്. അത് അതുപോലെ അങ്ങ് വിശ്വസിക്കുക. നമ്മുടെ കാര്യങ്ങൾക്കെല്ലാം ഒരു മുടക്കവും വരാതിരിക്കാൻ യേശു സഹായിക്കും. ശ്രദ്ധിക്കുക, എന്താണ് ദൈവപരിപാലന? ഉത്തരം പറയാമോ? എന്താണ് ദൈവപരിപാലന? അതായത് ശ്രദ്ധിക്കുക, ഒരു കുടുംബം, ആ കുടുംബത്തിന് കുഞ്ഞുങ്ങൾക്ക് ഫീസ് കൊടുക്കണം, വീടിൻ്റെ വാടക അടയ്ക്കണം, അല്ലെങ്കിൽ വീട് പണിഞ്ഞപ്പോൾ അതിൻ്റെ ലോൺ അടച്ച് തീർക്കാനുണ്ട്, കുട്ടികൾക്ക് ഫീസ് കൊടുക്കാനുണ്ട്, ബസ് ഫീസുണ്ട്, സ്കൂൾ ഫീസുണ്ട്, കുട്ടികൾക്ക് മരുന്നിനുള്ള ചിലവ് ആവശ്യമുണ്ട്, വീട്ടിൽ ഒരാൾ രോഗിയാണ്, അയാളെ ചികിത്സിക്കാനുണ്ട്, അതുപോലെ തന്നെ വീട്ടിലെ അനുദിന പ്രൊവിഷൻ സ്റ്റോർ ചെയ്യുന്ന അനുദിന ചെലവിനുള്ള കാര്യങ്ങൾ എല്ലാം, അരി, പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട്, പിന്നെ പള്ളിയിൽ സ്വത്രാഴ്ച ഇടാനുണ്ട്, മാസവരി കൊടുക്കാനുണ്ട്, പിന്നെ നാട്ടിലെ കരണ്ട് ടാക്സ് അടയ്ക്കാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഈ കുടുംബത്തെ അവർക്ക് ദൈവത്തിൻ്റെ ഒരു പരിപാലന ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? ദൈവപരിപാലന എന്ന് പറഞ്ഞാൽ ഈ കുടുംബത്തിന് ഓരോ മാസവും ഒരു 1,00,000 രൂപ വീതം ആവശ്യമുണ്ടെങ്കിൽ 12 മാസത്തേക്ക് ഈ കുടുംബം അല്ലലില്ലാതെ കഴിയാൻ 12,00,000 രൂപ ഒരുമിച്ച് കൊടുക്കുന്നതല്ല ദൈവപരിപാലന. അവരുടെ ഓരോ ആവശ്യത്തിനും ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ളത് അവർക്ക് തക്ക സമയത്ത് കൊടുത്ത് അവരെ അഹങ്കാരമില്ലാത്തവരായി നയിക്കുന്നതിൻ്റെ പേരാണ് ദൈവപരിപാലന. ഈ പരിപാലനയിൽ നമ്മളെ യേശു വഴി നടത്തും. ഒന്നിനെക്കുറിച്ച് ആകുലപ്പെടരുത്. ഈ പരിപാലനയിൽ യേശു വഴി നടത്തും. മൗണ്ട് കാർമലിൽ എല്ലാ 2-ാം ശനിയാഴ്ചയും അതിൻ്റെ തലേന്ന് വെള്ളിയാഴ്ച രാത്രി എറണാകുളത്തു നിന്നൊരു ചേട്ടനും ചേച്ചിയും വരും. ഒരു 60 വയസ്സ് പ്രായമുള്ള ചേട്ടനും അതുപോലെ ഭാര്യയും എല്ലാ ആഴ്ചയിലും വരും. തോരാത്ത കണ്ണുനീരുമായിട്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. പരിശുദ്ധ കുർബാനയും കൊണ്ട് ഞാനിങ്ങനെ ദിവ്യാരാധന പ്രദർശനം നടത്തുമ്പോൾ എനിക്കറിയാം ഈ ചേട്ടൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത്. അവിടെ വരുന്ന സമയത്ത് കൊടിയ കടബാധ്യതയിലായിരുന്നു. എന്നോട് പറഞ്ഞു, അച്ഛാ, ഞങ്ങൾക്ക് മരിക്കുക എന്നതല്ലാതെ ഒരു വഴിയില്ല, ആത്മഹത്യ ചെയ്യാം, കാരണം ഇനി നാണം കെട്ട് ജീവിച്ചിട്ട് കാര്യമില്ല, അത്രയ്ക്ക് സമ്പത്തിൽ ജീവിച്ച ആളുകളാണ്.
എല്ലാം തകർന്ന ബിസിനസ് എല്ലാം തകർന്ന് എല്ലാം നഷ്ടപ്പെട്ട് കിടപ്പാടം വരെ വെക്കേണ്ട അവസ്ഥയിലെത്തി. അങ്ങനെ നിന്ന ആ സമയത്ത് അവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വചനം കേട്ടു, വചനം പഠിച്ചു, ഇങ്ങനെ മുന്നോട്ട് പോയി. ദൈവം അത്ഭുതങ്ങൾക്ക് മീതെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ വന്നിട്ട് എപ്പോൾ കണ്ടാലും അവിടെ നമ്മൾ മുറ്റത്താൻ നിൽക്കുന്നതിൽ അവിടെ മുട്ടുകുത്തിയിട്ട് കരഞ്ഞുകൊണ്ട് ആശീർവാദം വാങ്ങിക്കും. എന്നിട്ട് ഈ മനുഷ്യൻ വലിയ കോടികളുടെ ആസ്തി ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ്. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് ദൈവം എന്ത് ചെയ്തു? എല്ലാം തിരിച്ചു കൊടുത്ത് എന്നോട് പറയാണ്, എൻ്റെ അച്ഛാ, എനിക്ക് ഒരു വലിയ പുസ്തകം എഴുതിയാലും തീരാത്ത അത്ര ദൈവാനുഭവങ്ങളാണ് ദൈവം തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവം എങ്ങനെയാണ് എന്നെ പരിപാലിക്കുന്നത്? ഞാൻ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഭയങ്കര അവിശ്വസനീയമായ വഴികളിലൂടെ യേശു നടത്തുക. പരിപാലന. വിഷമിക്കൊന്നും ചെയ്യരുത്. ഇപ്പം കടമുണ്ട്, പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടാണ്, വാടക കൊടുക്കാൻ നിവൃത്തിയില്ല. വിഷമിക്കരുത്. ദൈവത്തിനെല്ലാം അറിയാം, എല്ലാം അറിയാം. ദൈവം തക്ക സമയത്ത് തരും. പറഞ്ഞേ ഹല്ലേലൂയാ, പറഞ്ഞേ ഹല്ലേലൂയാ. അങ്ങനെ നടത്തുമോന്ന് ഈ പാടുന്ന പാട്ടുകാരനോട് ചോദിച്ചാൽ മതി. അങ്ങനെ ദൈവം, മനസ്സിലായോ? കോടികളുടെ ബാങ്ക് ബാലൻസ് ഒന്നുമില്ല, പക്ഷേ എല്ലാം നടക്കേണ്ട സമയത്ത് അത്ഭുതകരമായി ദൈവം നടത്തും. ഹല്ലേലൂയാ. പരിപാലനയാണ്, ദൈവത്തിൻ്റെ പരിപാലന. അത് അവിടെ ഒരു കൊച്ചു ഇറങ്ങാനിരിപ്പുണ്ട്. നീ വരുന്നോ ഇങ്ങോട്ട്? വാ, നീ വാ, നിന്നെ കാണട്ടെ എല്ലാവരും. കൊച്ചൊന്നുമല്ല, 30 വയസ്സ് പ്രായമുണ്ട്. ഇവന് അമേരിക്കയിലാണ് ജോലി ചെയ്യുന്നത്. അമേരിക്കയിൽ ഇവൻ ആകെയുള്ള മൂലധനം എന്തെന്നറിയാം? ഈ ബൈബിളും ഈ കുരിശും. മനസ്സിലായോ? മലയാളം മീഡിയത്തിൽ പഠിച്ചു, വലിയ വിദ്യാഭ്യാസത്തിനൊന്നും പോകാൻ പറ്റിയില്ല, ഇംഗ്ലീഷൊന്നും സംസാരിക്കാനൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ അവനെ ഓരോ ഇൻ്റർവ്യൂവും സകല ഇംഗ്ലീഷും പഠിച്ച് സകല ഐൽസും പാസ്സാവുന്നതിനേക്കാൾ നന്നായി പാസ്സാക്കി കർത്താവ് അവനെ അവധിക്ക് വന്നിരിക്കുകയാണ്. അവധിക്ക് വന്നപ്പോൾ ആ പുസ്തകം പിടിച്ചുകൊണ്ടിറങ്ങി. പറഞ്ഞേ ഹല്ലേലൂയാ. എന്താണ് പരിപാലന എന്ന് ഇത് അവനോട് ചോദിച്ചോ. മനസ്സിലായി? കല്യാണം കഴിക്കാനിരിക്കുകയാണ്, നല്ല പിള്ളേരുണ്ട്, പറയണം. പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് എന്തെന്നറിയാമോ? ദൈവം തക്ക സമയത്ത് വേണ്ടത് കൊടുത്ത് തക്ക സമയത്ത്. മനസ്സിലായോ? നമ്മളെ സമ്പന്നരാക്കാൻ യേശു ദരിദ്രനായിട്ട് മാറി. 14 എന്നെ സമ്മതിക്കണം. ഞാൻ ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞു തീർക്കാൻ പോവാണ്. 15 യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാനാണ്. യേശു ഈ ലോകത്തിലേക്ക് വന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാൻ. പെട്ടെന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 11-ാം തിരുവചനം. മത്തായി 3:11. പെട്ടെന്ന് വായിച്ചോ. മത്തായി 3:11. ഉറക്കെ വായിച്ചോ. മത്തായി 3:11. പെട്ടെന്ന് വായിച്ചോ. മാനസാന്തരത്തിനായി ഞാൻ ജലം കൊണ്ട് നിങ്ങളെ സ്നാനപ്പെടുത്തി, എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നെക്കാൾ ശക്തനാണ്, അവൻ്റെ ചെരുപ്പ് വഹിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളം വെടിപ്പാക്കി ഗോതമ്പറപ്പുരയിൽ ശേഖരിച്ച് പതിര് കെടാത്ത തീയിൽ കത്തിച്ചു കളയും. അയ്യോ, അവിടുന്ന് പറയുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ. എൻ്റെ ദൈവമേ, എനിക്കൊരു 10 ദിവസം താ, ഞാൻ നിങ്ങളോട് ഈ വചനം മാത്രം പറയാം. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങളെ സ്നാനപ്പെടുത്തും. ഹി വിൽ ബാപ്റ്റൈസ് യു വിത്ത് ദ ഫയർ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. യേശു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തെന്നറിയോ? പരിശുദ്ധാത്മാവ്. ഞാൻ പറയുകയാണ്, കർത്താവ് അനുവദിച്ചാലും നമ്മൾ നാളെ കൂടുതൽ പറയും. അതായത് യേശുവിന് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം, പരിശുദ്ധാത്മാവിലുള്ള ധൈര്യം, പരിശുദ്ധാത്മാവിലുള്ള ശക്തി, യേശുവിനെ പ്രഘോഷിക്കാനുള്ള ധൈര്യം, യേശുവിനെ ഏറ്റുപറയാനുള്ള ശക്തി, യേശുവിൻ്റെ കൽപ്പനകൾ പാലിക്കാനുള്ള ആഗ്രഹവും ധൈര്യവും, യേശുവിൻ്റെ കൽപ്പന പാലിക്കാനുള്ള കൃപാവരം, പരിശുദ്ധാത്മാവ്. എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധാത്മാവിൻ്റെ നിറവില്ലാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല.
പരിശുദ്ധാത്മാവില്ലാത്തവൻ, റോമർ 8 പറയും, ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ഊണിലും ഉറക്കത്തിലും ഇങ്ങനെ പ്രാർത്ഥിച്ച് നടന്നോണം. എന്താ പ്രാർത്ഥിക്കുന്നറിയാം? എൻ്റെ കർത്താവേ, പരിശുദ്ധാത്മാവിനെ എന്നെ നിറക്കണേ, പരിശുദ്ധാത്മാവിനെ എന്നെ നിറക്കണേ, എനിക്ക് പരിശുദ്ധാത്മാവിനെ തരണേ, പരിശുദ്ധാത്മാവിനെ തരണേ. അവരൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഈ അഞ്ചൽ പ്രദേശത്ത്, എനിക്ക് അറിഞ്ഞോട്ടെ അതൊക്കെ പറയാൻ പറ്റുമെന്ന്. ഈ അഞ്ചൽ പ്രദേശം പണ്ട് 2007 ആയിരിക്കും. ഞാൻ കിളിമാനൂരിനടുത്ത് കാരേറ്റ് പള്ളിയിലെ വികാരിയച്ഛനായിട്ടിരിക്കുമ്പോൾ ഒരു കൊച്ചുവെളുപ്പം കാലത്ത് ആരോ വന്നിങ്ങനെ തട്ടി വിളിക്കുകയാണ്. നേരം വെളുത്തിട്ടില്ല, ഞാൻ കുർബാനയ്ക്കൊന്നും എഴുന്നേക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല, വളരെ നേരത്തെ. അപ്പം ഞാനിത് ആരപ്പാന്ന് വിചാരിച്ചിട്ട് ഷർട്ടൊക്കെ ഇട്ട് കയ്യിലേക്ക് കൊടുത്ത് ഇങ്ങനെ വന്ന് കതവ് തുറന്ന് നോക്കുമ്പോൾ ഒരു അമ്മ, ഒരു പ്രായമുള്ള അമ്മ. ഞാൻ ചോദിച്ചു എന്നാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛനുണ്ടോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു മേം അച്ഛൻ ഹൂം. എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു ഞാനാണ് നിങ്ങൾ പറഞ്ഞ ആ അച്ഛൻ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നോടൊന്ന് വർത്താനം പറയാമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ലൈറ്റൊക്കെ ഇട്ട് അകത്തോട്ട് വിളിച്ചിരുത്തി കസേര കൊടുത്ത് അവിടെ ഇരിക്കുമ്പോൾ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ അച്ഛാ 101 പവൻ കൊടുത്താണ് എൻ്റെ മകളെ ഞാൻ കെട്ടിച്ചത്. ഇന്നവക്ക് കഞ്ഞി കുടിക്കണമെങ്കിൽ ഞാൻ അരിയും പച്ചക്കറിയും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. ഭർത്താവിന് വേറൊരു സംബന്ധമുണ്ട്. ഭർത്താവിൻ്റെ അമ്മയ്ക്ക് 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. അതായത് ഇവരുടെ മരുമകൻ്റെ അമ്മയ്ക്ക് 80 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. റിമോട്ട് കൺട്രോൾ വെച്ച് മകനെ നിയന്ത്രിക്കുന്ന അമ്മയാണ്. അവളെ അടിക്കണമെന്ന് പറഞ്ഞാൽ അവൻ അവളെ അടിക്കും. ഇവരുടെ മകളെ അവളെ പട്ടിണിക്കിടണമെന്ന് പറഞ്ഞാൽ അവൻ പട്ടിണിക്കിടും. അവൾക്കൊന്നും കൊടുക്കരുതടാന്ന് പറഞ്ഞാൽ ഒന്നും കൊടുക്കത്തില്ല. അവന് വേറൊരു സംബന്ധമുണ്ട്. അതുകൊണ്ട് അവിടെ 2-3 ആഴ്ചത്തേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ വീട്ടിൽ ഒരു മുറി പോലും തുറന്നു കൊടുക്കില്ല. ഒരു ഇടനാഴിയിലാണ് 2 പെൺകുട്ടികളെയും കൊണ്ട്, ചെറിയ കുട്ടികളെയും കൊണ്ട് ഈ സ്ത്രീ ഈ എന്നോട് സംസാരിക്കുന്ന അമ്മയുടെ മകൾ കിടന്നുറങ്ങുന്നത്. സ്കൂളിൽ ചെന്നപ്പോൾ സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ ചോദിച്ചു, നിങ്ങൾക്ക് ഈ കുട്ടിയുടെ യൂണിഫോം ഒന്ന് തേച്ചു കൊടുത്തു വിട്ടുകൂടാൻ ചോദിച്ചു. എന്നോട് അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ മകൾ എങ്ങനെ ചെന്ന്, വലിയ വീടും വലിയ പത്രാസും സമൂഹത്തിൽ വലിയ സ്ഥാനമുള്ള ഒരാളുടെ ഭാര്യയാണ്, എങ്ങനെ എൻ്റെ മകൾ സ്കൂളിൽ ചെന്നിട്ട് പറയും ഒരു ബെഡ്ഷീറ്റിനകത്ത് ചുരുട്ടി പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് എൻ്റെ മക്കളുടെ ഡ്രസ്സ്, അത് തേക്കാനൊരു തേപ്പൂട്ടി എൻ്റെ ഇല്ലാന്ന് എങ്ങനെ പറയും? മുറി തുറന്നു കൊടുത്തിട്ടില്ല, ഒരു അലമാരി പോലും തുറന്നു കൊടുത്തിട്ടില്ല. ഈ വഴിയിലാണ് ഇവർ കിടക്കുന്നത്. എൻ്റെ കൊച്ച് ആത്മഹത്യ ചെയ്യും. അച്ഛാ, എനിക്കൊരു വഴി അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? അല്ല, ഞങ്ങൾ ഹിന്ദുക്കളാണ്. പിന്നെ എന്തിനാ ഇപ്പം ഇവിടെ കയറി? ആര് പറഞ്ഞിട്ടാ? ഞാൻ തീരുമാനിച്ചു ചത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ഈ കൊച്ചിൻ്റെ സങ്കടം കണ്ട് എനിക്ക് ജീവിക്കണ്ട, ആ ചത്തേക്കാന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ ബസ്സിലിരുന്ന് ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഈ കുരിശടി കണ്ടപ്പോൾ എന്നോട് ആരോ പറയുകയാണ്, ഇവിടെ ഇറങ്ങ്. അച്ഛാ, എനിക്കറിയാം കൊച്ചുവെളുപ്പം കാലമാണ്, വന്ന് ശല്യപ്പെടുത്തുന്നത്. എനിക്കൊരു സമാധാനം ഇല്ലാഞ്ഞിട്ടാണ്. എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമോ? ഞാൻ എന്നാ ചെയ്യണ്ടേ? ഒന്ന് സഹായിക്കാവോ? എന്തെങ്കിലും ഒന്ന്, ആരെങ്കിലും മതിയൊന്ന് ഇടപെടാവോ? ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മയെ, നമ്മൾ എങ്ങനെ ഇതിനകത്തൊക്കെ ഇടപെടുന്നത്? അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ പിന്നെ അമ്മ പറയുകയാണ്, അച്ഛാ, എൻ്റെ മകൾക്ക് ഞാൻ അച്ഛൻ്റെ ഫോൺ നമ്പർ തന്നാൽ അത് കൊടുക്കാം, അവളോടൊന്ന് സംസാരിക്കാവോ? മരിക്കില്ലെന്ന് പറയാവോ? സമാധാനം കൊടുക്കാവോ? ഒന്ന് ആശ്വസിപ്പിക്കാവോ? ഞാൻ പറഞ്ഞു, അങ്ങേര് ഇനി ഞാൻ വിളിച്ചിട്ട് ഇനി അങ്ങേര് പിന്നെ അങ്ങേര് വലിയ ആളാന്നാ പറഞ്ഞു. ഈ പ്രദേശങ്ങളിലാണ്, ഇവിടെ കേക്കട്ടെ അയാൾ. അപ്പോൾ അയാൾ എന്താണ്, അതായത് ഈ പ്രദേശങ്ങളിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മ, ഞാനിനി ആ ചേച്ചിയെ അവളെ വിളിക്കാൻ പോയിട്ട് ഇനി അങ്ങേര് എന്നെ കൊല്ലാൻ വന്നാലോ? അപ്പോൾ പറഞ്ഞു, അച്ഛാ, ഞാൻ നമ്പർ കൊടുത്തിട്ട് ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് വിളിക്കാൻ പറയാം. അച്ഛാ പ്ലീസ് അച്ഛാ, ആരും സഹായിക്കാനില്ല അച്ഛാ. ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഫോൺ നമ്പർ കൊടുത്തു. അപ്പോൾ എന്നെ ഈ സഹോദരി കുറച്ച് ദിവസം കഴിയുമ്പോൾ വിളിച്ചു. ഇവരുടെ മകള് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, സാറേന്നാണ് വിളിക്കുന്നത്. അച്ഛ അങ്ങനൊന്നും വിളിക്കാൻ, സാറേ, ഈ പ്രശ്നം പറയുകയാണ്. ഇങ്ങനെ നമുക്ക് കേട്ടാ ഹൃദയം തകർന്നു പോകുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെ വിളിച്ചിരിക്കുമ്പോൾ നമുക്ക് നാഴിക 40 വട്ടം ഈ കൊച്ചിന് സമാധാനം പറഞ്ഞു കൊടുക്കാനേ സമയമുള്ളൂ. എപ്പോഴും ഇത് വിളിക്കും.
അപ്പം ഞാൻ അന്ന് കിളിമാനൂർ ഭാഗത്ത് ഞങ്ങളെ സഹായിക്കുന്ന ഒരു സിസ്റ്ററുണ്ട്, പ്രായമുള്ള സിസ്റ്ററാണ്. സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു, സിസ്റ്ററെ ഇങ്ങനെ ഒരു കൊച്ചുണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും ഇങ്ങനെ വിളിക്കും, പാവമാണ്, വേറെ ഉപദ്രവമൊന്നുമില്ല, പക്ഷേ എപ്പോഴും ഇങ്ങനെ നമ്മൾ വിളിച്ച സമാധാനം പറയുന്നത്, അതുകൊണ്ട് ഞാൻ സിസ്റ്ററിനെ ഏൽപ്പിക്കുകയാണ്. സിസ്റ്റർ എന്ത് ചെയ്യണം, ഇത് വിളിക്കുമ്പോഴൊക്കെ എടുത്തിട്ട് ഇതിന് സമാധാനം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് കഴിയുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, എൻ്റെ അച്ഛാ ഇത് എപ്പോഴും വിളിക്കുകയാണിത്. ഞാൻ പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററിനെ ഏൽപ്പിച്ചത്. ഇപ്പം മനസ്സിലായല്ലോ എന്തിനാണ് ഏൽപ്പിച്ചത്, ഇത് എപ്പോഴും വിളിക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ദേ ഒന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം ഞങ്ങൾ ഒരുമിച്ച് കാറ് യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഫോൺ തന്നു. അപ്പം ഞാൻ പറഞ്ഞു, എന്താണ് നിനക്ക് ഇപ്പം എന്താണ് ഇപ്പോഴെന്താണ്? അപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരാമോ? എനിക്ക് പ്രാർത്ഥിക്കാൻ പറഞ്ഞു തന്നാൽ പിന്നെ ഞാൻ എപ്പോഴും നിങ്ങളെ വിളിക്കത്തില്ല, ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു തരാമോ? അപ്പം ഞാൻ ആലോചിച്ചു, ഈ ഹൈന്ദവ പെൺകുട്ടിക്ക് എന്ത് പ്രാർത്ഥനയാണ് പറഞ്ഞു കൊടുക്കണ്ടേ? പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരാശയം വന്നു. ഞാൻ പറഞ്ഞു, നീ പരിശുദ്ധാത്മാവെന്ന് കേട്ടിട്ടുണ്ടോ? അവൾ പറഞ്ഞു, എന്ത് മാവ്? പരിശുദ്ധാത്മാവ്. കടലമാവ്, മറ്റേ മാവ്, ഇതൊക്കെ കേട്ടിട്ടുണ്ട്, ആട്ടമാവ്, ഗോതമ്പ് മാവ്, പരിശുദ്ധാത്മാവ്. അപ്പോൾ അവൾ പറഞ്ഞു, കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ ഒരു സംഭവമുണ്ട്, പരിശുദ്ധാത്മാവ്. അപ്പോൾ എന്നോട് ചോദിച്ചു, അതാരാ? അപ്പം ഞാൻ പറഞ്ഞു, അത് ആപത്തിൽ നമ്മളെ സഹായിക്കുന്ന ദൈവത്തിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. അവളോട് കൂടുതൽ തൃത്വത്തിൻ്റെ തിയോളജി ഒന്നും പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഭാഷയെ ഞാൻ പറഞ്ഞു. ഒരാപത്ത് വരുമ്പോൾ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഒരാളെ വിളിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിളിക്കാൻ പറ്റുന്ന ആളാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ അവൾ പറഞ്ഞു, അങ്ങനെ വിളിച്ചാൽ സഹായിക്കും. അവൻ പറഞ്ഞു, 100 വട്ടം സഹായിക്കും. സഹായകനെന്നാണ് ഈ ആളുടെ ബൈബിളിലെ വേറൊരു പേര്. ആണോ സാറേ? ആണ് സാറേ, അതെ. അതുകൊണ്ട് സാറ് ഇതങ്ങോട്ട് പ്രാർത്ഥിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു, എന്താ പ്രാർത്ഥിക്കണ്ടേ? ഉടനെ ഇവള് പറയാണ്, ഞാൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ മതി, വേറെ ഒന്നും പ്രാർത്ഥിക്കണ്ട. പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ. എന്താ സംഭവിച്ചെന്നറിയോ? ഈ പെങ്കൊച്ച് ഈ കൊടിയ മർദ്ദനത്തിനും പീഡനത്തിനും നടുവിൽ ആ വീട്ടിൽ നിന്ന് പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ, പരിശുദ്ധാത്മാവേ. നാഴികയ്ക്ക് 40 വട്ടം ഞാൻ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഈ പെങ്കൊച്ച് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവേ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഇനി ഇതിനിടയ്ക്ക് വേറൊരു അത്ഭുതം സംഭവിച്ചു. ഈ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതിന് ശേഷം ഞങ്ങളോടുള്ള വിളി കുറഞ്ഞു, പിന്നെ തീരെ വിളിക്കാതായി. പക്ഷേ അമ്മ കാരേറ്റ് പള്ളിയിലെ മെമ്പറായിട്ട് മാറി. അമ്മ വന്ന് മാമോദീസായി മുങ്ങി അവിടുത്തെ മെമ്പറുമായി. കേട്ടോണം നിങ്ങൾ. അമ്മ വരുമ്പോൾ പിന്നെ അമ്മ പറയും, ഫാദറെ ഭയങ്കര മാറ്റം, ഭയങ്കര വ്യത്യാസം. എൻ്റെ കൊച്ചു പറയാണ്, ഞാൻ മരിക്കത്തില്ല, ഞാൻ ജീവിക്കും, അവൻ പിള്ളേരെ വളർത്തും, ഞാൻ നന്നായിട്ട് ജീവിക്കും, കർത്താവിൻ്റെ കൂടെ ഉണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഉണ്ട്. ഇവക്ക് ഭയങ്കര ധൈര്യം. ഒരു ദിവസം ഇവള് സിസ്റ്ററും ഞാനും കൂടെ ഇരിക്കുന്ന സമയത്ത് ഇവള് വിളിച്ചിട്ട് പറയുകയാണ്, സാറേ ഭയങ്കര അത്ഭുതം നടന്നു. ഭർത്താവ് പതിവ് പോലെ സംബന്ധ വീട്ടിൽ പോയിരിക്കുകയാണ്. ഇവളും അമ്മച്ചിയുണ്ട്, റിമോട്ട് കൺട്രോളുമായിട്ട് അമ്മച്ചി അവിടെ അപ്പുറത്ത് കിടപ്പുണ്ട്. പിന്നെ ഇവളും പിള്ളേരും ഉണ്ട് ഇവിടെ വഴിയിലെ കിടപ്പ്. അപ്പോൾ അവൾ നേരത്തെ ആരുമില്ലല്ലോ, ഭർത്താവില്ല, അമ്മ നേരത്തെ കിടന്നു. അതുകൊണ്ട് ഇനി പേടിയാണ് ഇതുങ്ങൾക്ക്. അതുകൊണ്ട് ആ വലിയ വീട്ടിൽ ഇതുങ്ങളിങ്ങനെ മുറിയൊന്നുമില്ല, അടച്ചുറപ്പ് കഥയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് അവിടെ ഇങ്ങനെ വഴി കിടക്കുന്ന സമയത്ത് അവൾ നേരത്തെ കിടക്കാമെന്ന് വിചാരിച്ച് ആ ഹോളിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട്, അവിടുത്തെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കൊച്ചുങ്ങളെയും കൊണ്ട് ഇവൾ കിടന്നു. വെളുപ്പാങ്കാലത്ത് ഒരു 2-3 മണി ആയ സമയത്ത് ഇവൾ പറയുകയാണ്, സാറേ എൻ്റെ മുറിയിലെല്ലാം ഭയങ്കര വെട്ടം. ഞാൻ പേടിച്ചിട്ട് ദൈവമേ കള്ളം കയറിയോ എന്ന് വിചാരിച്ചിട്ട്, കാരണം ലൈറ്റ് ഓഫ് ചെയ്ത് ഇരുട്ടത്ത് എല്ലാവരും കിടന്നാന്ന് അവർക്ക് ഓർമ്മയുണ്ട്. എഴുന്നേൽക്കുമ്പോൾ മുറിയിലെല്ലാം വെട്ടം. ഭിത്തിയിലോട്ട് ചെന്ന് നോക്കുന്ന സമയത്ത് സ്വിച്ച് എല്ലാം ഓഫാണ്. ദൈവമേ ഇതെന്താന്ന് വിചാരിച്ചിട്ട് അവൾ പറയുകയാണ്, ഒരു വലിയ പ്രകാശം വന്ന് എൻ്റെ തലയിലൂടെ എൻ്റെ ശരീരം മുഴുവൻ നിറയാൻ തുടങ്ങി. എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ജനിച്ച നാൾ മുതൽ ഇന്ന് വരെ അനുഭവിക്കാത്ത ഒരു സന്തോഷവും സമാധാനവും ആനന്ദവും ആഹ്ലാദവും ഞാൻ അനുഭവിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞിട്ട് വാവിട്ട് കരയാണ് ഈ പെങ്കൊച്ച്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയട്ടെ, അമ്മ പിന്നീട് കാരേറ്റ് പള്ളിയിലെ മെമ്പറായി. ഞാൻ അവിടെ നിന്ന് മാറിപ്പോകുന്നവരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ ഒരുപാട് അന്വേഷിച്ചു. പിന്നീട് ആദർശച്ചൻ അവിടെ വികാരിയായിരുന്ന സമയത്ത് ഞാൻ അച്ഛനെ കൊണ്ടും എല്ലാം അന്വേഷിപ്പിച്ചു. ഇപ്പോൾ അമ്മ എവിടാന്ന് അറിഞ്ഞുകൂടാ. നമുക്കൊക്കെ അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ, ഒരാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അയാൾ 2 ആഴ്ച വരാതിരുന്നാൽ പിന്നെ അന്വേഷിക്കത്തില്ല, നോക്കത്തുമില്ല, കാണത്തുമില്ല. അമ്മ എവിടാന്ന് അറിഞ്ഞുകൂടാ, മോളെവിടാന്ന് അറിഞ്ഞുകൂടാ. ഒരു കാര്യം എനിക്കറിയാം, സമാധാനത്തോടെ ആ പെങ്കൊച്ച് ജീവിക്കുന്നുണ്ടാവും. കാരണം ഈ ലോകത്ത് അവളെ സഹായിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആളെ അവൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. അയാളുടെ പേരാണ് പരിശുദ്ധാത്മാവ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. യേശു വന്നത് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകാനാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ.